ദൈവത്തിൻ്റെ പ്രത്യേക കൈകൊണ്ട് താങ്ങി ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടു വന്നതാണ്. ഇവന് ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ സമയത്ത് തന്നെ നദിയിലിട്ട് കൊല്ലുവാൻ രാജാവിൻ്റെ കൽപ്പനയുണ്ടായ സാഹചര്യത്തിൽ എനിക്കവനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ദൈവം കൊണ്ടുവന്നതാണ്. മോശെ ഭയപ്പെടാതെ മോശെ ഈ സാഹചര്യത്തിൽ ദൈവം നിർത്തും. ദൈവത്തിന് താങ്കളെ വേണ്ടതുകൊണ്ടാണ് നിർത്തിയത്. മോശയെ ദൈവം ഓർത്തു. പക്ഷെ ദൈവം ഓർത്തു വരുവാൻ ഒരു 40 വർഷം മിദ്യാനിൽ താമസിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല, തൻ്റെ ജീവിതത്തിൽ അരുതാത്ത സകല കോംപ്രമൈസിലും പോയി ഇടപെട്ടു. മോശയുടെ വിവാഹ സമയമായപ്പോൾ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അത് തൊട്ടിരുന്നു, മോശയുടെ വിവാഹ സമയമാകുമ്പോൾ മോശയ്ക്ക് മിദ്യാനിലെ പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. എന്തോ പെങ്കൊച്ചിനോട് താല്പര്യം തോന്നി. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ട്. കാരണം ഒരാട്ടിടയനായി മാത്രം ഇവിടെ ഒതുങ്ങിക്കൂടിയാൽ ഒരു ഉയർന്ന ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇഷ്ടം പോലെയുണ്ട്. കാര്യം മിസ്രൈമിലെ സകല വിദ്യയിലും നിപുണനാണ്. പക്ഷെ ഒരു നല്ല ജോലി ചെയ്തു കഴിഞ്ഞാൽ താളെ ഒരു നല്ല ഭരണാധികാരി അടുത്ത രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണത്തിന് ആരെങ്കിലും തയ്യാറായാൽ പിടിക്കപ്പെടും. ഇവൻ കൊലപാതകനാണ്. അതുകൊണ്ട് പറഞ്ഞ ആരും അറിയാതെ ഇവിടം കാണാൻ കഴിയണമെങ്കിൽ ആട് തീറ്റി കഴിയല്ലാതെ മാർഗമില്ല. അതിന് താണ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഒരു എബ്രായൻ ഒരു കാലത്തും ചെയ്യാത്ത ഒന്നാണ് മിദ്യാൻ്റെ പുരോഹിതൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത്. അതിനും താൻ തയ്യാറായി. വിവാഹത്തിന് വേണ്ടി വരുമ്പോഴാണ് അമ്മയ്യപ്പനാകേണ്ട മിദ്യാനിലെ പുരോഹിതൻ ഇത്രോ പറയുന്നത്, ഞാൻ ഒരു പുരോഹിതനായതുകൊണ്ട് എനിക്ക് ആമ്പിള്ളേരില്ല, എൻ്റെ മക്കൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവത്തിന് പുരോഹിതനാക്കി മറ്റേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ നിനക്ക് തരാം. പക്ഷേ ഇപ്പോഴേ വ്യവസ്ഥ ചെയ്യ്, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവത്തിന് അർപ്പിക്കണം. മോശ തയ്യാറായി. സകലത്തിലും കോംപ്രമൈസ് ചെയ്തു. ഇനി ഒരൊറ്റ ഏരിയ മോശയുടെ ജീവിതത്തിൽ ബാക്കിയില്ല. തീർന്നു. ആടിൻ്റെ മൂത്രവും നാറി ആടിനെ തീറ്റി നടക്കുന്ന കൂട്ടത്തിലാ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോശേ ഞാൻ നിന്നെ ഓർക്കുന്നതാ. എന്നെങ്കിലും ഒരിക്കൽ വില മുടക്കിയ ദൈവ പൈതലേ, എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ വില മുടക്കിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ച ദൈവ പൈതലേ, ദൈവം ഓർക്കാതെ പോകത്തില്ല. ദൈവം ഓർക്കാതെ പോകത്തില്ല. അടുത്തൊരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ, അടുത്ത ജനസമൂഹത്തെ പുറത്തു കൊണ്ടുവരുവാൻ, അടുത്ത പക്ഷിമൃഗാദികളെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് വേണം മോശേ, വേണം, എനിക്ക് വേണം, നോഹെ വേണം. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെയുള്ളവരെ ഓർക്കാൻ പോകാം. ഇന്ന് പകൽക്കാലം ഓർക്കുന്ന ദൈവം, കർത്താവേ ഞങ്ങൾ ഓടിയത് ഓർക്കണമേ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത് ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ. ഒന്നോർത്തു, മോശെ ദൈവം ഓർത്തു. മോശ 40 വർഷം മിടുക്കനായി ജീവിച്ചു. അത് മുഴുവനും മറക്കാനെന്ന് പറയുന്നവരുണ്ട്. 40 കൊല്ലം മിദ്യാനി കൊണ്ടിട്ടത്. ഇവിടുന്ന് പഠിച്ചത് മുഴുവൻ മറന്ന ശേഷം വേണം ദൈവത്തിന് ഉപയോഗിക്കാൻ. മിസ്രൈമിലെ വിദ്യ ആശ്രയമായി എടുത്താൽ, വിദ്യാഭ്യാസം ആശ്രയമായി എടുത്താൽ ദൈവത്തിൻ്റെ പോളിസിയിൽ ആളുകളെ നടത്താൻ ചിലപ്പോൾ ഒക്കാതെ വരും. അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നു പോകാം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, പഴയത് മുഴുവനും മറക്കാൻ അടുത്ത 40 കൊല്ലം ഇവിടെ ഒട്ടിരി. പക്ഷെ നീ എൻ്റെ മുമ്പിൽ ചെയ്തത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. നാം ചെയ്തത് മറന്നു കളവാൻ അവൻ മനുഷ്യനല്ല. ചെയ്തത് ഒരിക്കലും മറക്കത്തില്ല. അത് മുഴുവനും എൻ്റെ അക്കൗണ്ടിലുണ്ട്. മോശേ വാ, ഞാൻ നിന്നെ ഒന്ന് ഉപയോഗിക്കാൻ പോകാം. ഏലിയാവിനോട് ചോദിച്ചു, ഇവിടെ നിനക്കെന്നടാ കാര്യം, ഇവിടെ നിനക്കെന്നാ കാര്യം, ഇവിടെ ഒളിച്ചിരിക്കുന്നിടത്ത് നിനക്കെന്നാ കാര്യം, പാത്തിരിക്കുന്നിടത്ത് നിനക്കെന്നാ കാര്യം, ചൂരച്ചിലയുടെ കീഴിൽ നിനക്കെന്നാ കാര്യം, ഊഹയ്ക്കകത്ത് നിനക്കെന്നാ കാര്യം, നിനക്കെന്ത് കാര്യം ഇവിടെ? നീ ഇറങ്ങി വാ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളവനാ. ഇന്ന് പകൽക്കാലം ഭയത്തിനകത്ത് ഒളിച്ചിരിക്കുന്നവരോടും, ഭീതിക്കകത്ത് ഒളിച്ചിരിക്കുന്നവരോടും, നിരാശയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നവരോടും, ചൂരച്ചിരുടെ കീഴിലിരുന്നവനോട് ചോദിച്ച് അതേ ചോദ്യമാ, നിനക്കിവിടെ എന്ത് കാര്യം? ഇവിടെ ഇരിക്കേണ്ടവർ പലരുണ്ട്, അവരിവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരുപാട് പ്രാവശ്യം തൊട്ടിട്ടുള്ളതാണ് ഹാഗാറിൻ്റെ ചരിത്രം. പണ്ടൊരിക്കൽ ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായി മാറിയ, അല്ലെങ്കിൽ സാറയുടെ ദാസിയായിരുന്ന ഹാഗാർ ഒരിക്കൽ അബ്രഹാമിൻ്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട്, ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് വീടിനകത്ത് അല്പസ്വല്പം വഴക്ക് തുടങ്ങിയപ്പോൾ സാറ തൻ്റെ ദാസിയോട് കാഠിന്യം കാണിച്ചു. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോന്ന കൂട്ടത്തിൽ ഒരു ദൂതൻ അവളുടെ അടുക്കൽ വന്നു. ഇത് ഞാൻ ഇവിടെ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. മേ ബി 4-5 വർഷങ്ങൾക്ക് പുറകിലായിരിക്കാം. ദൂതൻ അവളുടെ അടുക്കൽ വന്നു. ഒരു ചോദ്യം ചോദിച്ചു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ ദാസിയായ ഹാഗറേ. ഈ ഹാഗറിനൊരല്പം അബദ്ധം പറ്റി. അബ്രഹാമിൽ നിന്ന് തൻ്റെ ഉള്ളിലൊരു കുഞ്ഞായതോടുകൂടെ
സാറയുടെ ദാസിയാന്നുള്ള ഭാവം അങ്ങ് മറന്നേച്ച് അബ്രഹാമിൻ്റെ ഭാര്യ എന്നൊരു തോന്നലകത്ത് വന്നു. ഒരളവിൽ സത്യവുമാണ്. ഇതുകൊണ്ടാണ് അഹങ്കാരം കാണിച്ചത്. ദൂതൻ ചെന്ന് ഓർമ്മിപ്പിച്ചു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ ദാസിയായ ഹാഗറേ, നീ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുള്ളവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. ഉണ്ട്, അങ്ങും ഇങ്ങൊക്കെ ഉണ്ട്. ആ ചോദ്യത്തിനകത്തൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്. നീ എവിടേക്ക് പോകുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വിതർ ടു ഷാൽ ദൗ ഗോ, നീ എവിടം വരെ പോമിടി. വിതർ ടു ഷാൽ ദൗ ഗോ, നീ എവിടം വരെ പോമിടി. നിന്റെ പോക്കും ഗമയും ഒക്കെ കണ്ടാൽ മഹാമിടുക്കിയാണെന്ന് തോന്നുന്നല്ലോ. നീ എവിടം വരെ പോവും? അവൾ പറഞ്ഞ, എൻ്റെ യജമാനത്തി എന്നോട് കാഠിന്യം കാണിച്ചു, മടങ്ങിപ്പോ, അടങ്ങിപ്പാർക്ക്. ഭയങ്കര ഇൻസ്ട്രക്ഷന്, മടങ്ങിപ്പോ, അടങ്ങിപ്പാർക്ക്. ഞാനിത് മറക്കാത്ത രംഗങ്ങളുണ്ട്. ആ ദൂതൊക്കെ ചിലരോട് ഇടപെട്ടത്. ഓക്കെ, മടങ്ങിപ്പോ, അടങ്ങിപ്പാർക്ക്. അവൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ വഴക്കായിരുന്നു. ഇപ്പം ഇറങ്ങിപ്പോയിച്ച് തിരിച്ച് എന്നാൽ ചോദിക്കാനില്ല. പണ്ട് കൈ കൊണ്ടാണ് അടിയെങ്കിൽ ഇപ്പം വിറകും മുട്ടത്തിന് അടി കിട്ടും. രണ്ടായാലുള്ള മടങ്ങി വന്നു, അടങ്ങിപ്പാർത്തു. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ അബ്രഹാമിനോട് പറഞ്ഞ് ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. അവൾ ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവുമായി അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി യാത്ര ചെയ്തു. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അവിടെ മകന് മരിക്കുമെന്നായി വെള്ളം കുടിക്കാനില്ല. അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഒരു മരത്തണലിൽ കുഞ്ഞിനെ ഇട്ടേച്ച് ഒരല്പം മാറിയിരുന്നപ്പോൾ ആ പഴയ ദൂതൻ തിരിച്ചു വന്നു. പണ്ട് നീ എവിടം വരെ പോമിടി, മടങ്ങിപ്പോക, അടങ്ങിപ്പാർക്ക എന്ന് പറഞ്ഞ ആ ദൂതനുണ്ടല്ലോ, ആ പുള്ളി തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നേച്ച് ഹാഗാറിനോടൊരു ചോദ്യം ചോദിച്ചു. വാട്ട് എയിലത്തി ഹാഗാർ, ഹാഗറെ, നീ എന്തിനാ നൊമ്പരപ്പെട്ട് കരയുന്നേ? ചുമ്മാ ഒന്ന് കരയുന്നതും ഏങ്ങലടിച്ച് കരയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങൾ ചിലപ്പം വഴക്കുണ്ടാക്കുമ്പോൾ അവരോട് അങ്ങോട്ടൊരു വഴക്ക് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരയും. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാര്യമായി വഴക്ക് പറയുകയോ ഉപദ്രവിക്കുകയോ നോവുകയോ ഒക്കെ ചെയ്യുമ്പോഴേ രാത്രി കരഞ്ഞ് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏങ്ങലടിക്കുമ്പം ചിന്നമ്മയെന്ന് കുഞ്ഞിനെ ഉണർത്തുന്നത് ഓർമ്മയുണ്ട്. ഇവൻ ഏങ്ങലടിച്ചാ കരയുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അകത്ത് മുറിവേറ്റു. ആ മുറിവോടെ കുഞ്ഞ് ഉറങ്ങാൻ പറ്റത്തില്ല. ഇവനെ എഴുന്നേപ്പിച്ച് എന്തേലും ഒന്ന് കൊടുത്ത് 2 ഉമ്മയൊക്കെ കൊടുത്ത് നല്ല മോനാന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കിടത്തണം. ഇതിനെയാണ് എയിലിംഗ് പെയിൻ എന്ന് വിളിക്കുന്നത്. ഹാഗാറിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഹാഗറെ, നീ കരയുന്നതിൽ തെറ്റില്ല, ബട്ട് വാട്ട് എയിലെത്തിയു, നിന്നെ വിങ്ങിപ്പൊട്ടി കരയുവാൻ എന്ത് ഹാഗാറെ കാര്യം? ഏലിയാവെ, നിനക്കിവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ചതുപോലെ ഹാഗറെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? പണ്ടൊരിക്കൽ ദൈവശബ്ദം കേട്ട നിന്നെ, പണ്ടൊരിക്കൽ ദൈവശബ്ദത്തിൽ അനുസരിച്ച നിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഹാഗറെ. അതുകൊണ്ട് വാ, ഞാൻ നിനക്ക് വെള്ളം തരാം. നിന്റെ കയ്യിൽ ചില ഡിപ്പോസിറ്റ് ഉണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിയതായ ആ തുരുത്തി നിന്റെ കയ്യിൽ ഉണ്ടല്ലോ, അത് മതി, ഞാൻ വെള്ളം തരാം. ഞാൻ പകരുന്ന വെള്ളം കണ്ട തുരുത്തി കോരിക്കൊണ്ട് പോകാനല്ല, അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിയ ആ തുരുത്തി നിന്റെ കയ്യിലുണ്ടല്ലോ, അത്രയും ഒരു ചെറിയ പോയിന്റ് മതി. എനിക്ക് ക്ലോൺ ചെയ്യാനുണ്ട്. ആ തുരുത്തി മുഖേന ഞാനൊരു തലമുറയെ നിലനിർത്താം, ഞാനൊരു സന്തതിയെ നിലനിർത്താം. നീ എന്തിനാ വിങ്ങിപ്പരയുന്നത്? വാ, ഞാൻ നിന്നെ നടത്തുന്ന ദൈവമാ. ഇന്ന് പകൽ ദൈവം ചിലതിനെ കൂടെ ഓർക്കട്ടെ, ചിലതിൻ്റെ അനുസരണത്തെ മാനിക്കട്ടെ, ചില നല്ല കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. വാട്ട് എയിലെത്തി? ദൈവത്തെ അനുസരിച്ച് പൈതലെ, ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. മോശേ, നീ എന്തിനാ ഈ ആട് തീറ്റി നടക്കുന്നേ? മോശേ, നീ എന്തിനാ ആട് തീറ്റി നടക്കുന്നത്? നീ അതിനു വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ 6 ലക്ഷം ജനമായി ഞാൻ വളർത്തിയെങ്കിൽ എനിക്കൊരു പർപ്പസ് ഉണ്ട്. അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയാ. ഭാരതത്തിൽ ചില ആത്മാക്കളുടെ ഉള്ളിൽ ദൈവകൃപ ഇട്ടുതരുവാൻ ദൈവത്തിന് പ്രസാദമായെങ്കിൽ ഇവരെ നടത്തുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. എവിടം വരെ? നിത്യകനാൻ വരെ. മോശെ, എനിക്കങ്ങേ ആവശ്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവബദലിനോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഐ റിപ്പീറ്റ്, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നീ ആട് തീറ്റി നടക്കാതെ മോശെ വാ. നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം
പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ള ദൈവം, പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ള ദൈവം. അങ്ങ് തളർന്നുപോയ നിന്നെ ഇതുവഴി കളഞ്ഞേച്ചുവാൻ അല്ല വന്നത്. എൻ്റെ പർപ്പസ് നിറവേറിയിട്ടില്ല, എനിക്ക് നിന്നെ ഉപയോഗിപ്പാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടെങ്കിലും ഇന്ന് പകൽക്കാലം പ്രയോജനപ്പെടാൻ കഴിയാതെ നിരാശയുടെ മുമ്പിൽ ഇരിക്കുന്ന ചിലർ ഈ പകൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. സ്വർഗം നിങ്ങളെ ഒന്ന് ശക്തീകരിക്കട്ടെ, സ്വർഗം നിങ്ങളെ ഒന്ന് ഉയർക്കട്ടെ. നിങ്ങളുടെ വിളിയുടെ പർപ്പസ് ചിലതിനെ നയിക്കാനാ. മോശെ, അങ്ങയ്ക്കൊരു ഫ്രഷ് ബിഗിനിങ് വേണം. അത് അങ്ങയുടെ കാര്യം നല്ല, ദൈവത്തിൻ്റെ കാര്യമാണ്. ഈ മോശയുടെ ഈ 80 വയസ്സ് വരെയുള്ള എക്സ്പീരിയൻസ്, ഇവൻ ദൈവസന്നിധിയിൽ മുടക്കിയ വില, ഇത് മുഴുവനും കൂടെ ഉള്ള ഒരാളിനെ മാത്രമേ എനിക്ക് ഈ ജനതയെ ഏൽപ്പിക്കാൻ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കാൻ ഒക്കുന്നതല്ല, എനിക്ക് ചിലരെ മാത്രമേ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. അതിലൊന്നാം നീ. അതുകൊണ്ട് അങ്ങയുടെ പുതിയ ആരംഭം ദൈവത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ജീവിതം തകർന്നെന്ന് പറയുന്നവരെ, മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, പെറ്റതള്ള മറന്നാലും ഞാൻ മറക്കത്തില്ല. എനിക്ക് സകലതും ഓർമ്മയുണ്ട്. മെമ്മറീസിൻ്റെ ഓർമ്മയൊക്കെ ഒത്തിരി പോയി. ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു മോളെ ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കണ്ടു. ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്നെ ഈ ആയുസ്സിൽ കണ്ടിട്ടില്ല, ആദ്യം കാണുക. 26 വയസ്സ് കാണുമോ പോക്ക്. എന്നവളോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്നെ ഈ ആയുസ്സിൽ കണ്ടിട്ടില്ല, നിന്നെ ആദ്യം കാണുക, നിന്നെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പതുക്കെ ഒന്ന് ചിരിച്ചേച്ച് പറഞ്ഞു, പണ്ട് ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ അപ്പച്ചൻ എന്നെ വഴക്ക് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ശരിടാ, ഇത് ബാംഗ്ലൂർ വന്നെന്ന് ഞാൻ ഓർത്തില്ല, കണ്ടെന്നും ഞാൻ ഓർത്തില്ല. അപ്പോൾ അവിടെ അമ്മ പറഞ്ഞ്, ശരിയാണ്, ഒരു 25 വർഷത്തിന് മുമ്പേ, 20 വർഷത്തിന് മുമ്പേ, അന്ന് നമുക്ക് 4 വയസ്സുണ്ട്, അന്ന് ബാംഗ്ലൂർ വന്ന് ചർച്ചിലെ ഡ്രമ്മേലും കണ്ട് തട്ടിപ്പോലും. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു. എൻ്റെ ഓർമ്മ തീരെ മോശമാണ്, പക്ഷെ ദൈവത്തിൻ്റെ ഓർമ്മ അതല്ല. ഒരൊറ്റ കേസ് വിട്ടുകളയാത്തവൻ, എൻ്റെ തലയിലെ രോമങ്ങൾ ഓരോന്ന് നമ്പരിട്ടവൻ. ഓർമ്മയുടെ ഗൗരവം ഭയങ്കരമാണ്, ഓർമ്മയുടെ ഗൗരവം ഭയങ്കരമാണ്. എൻ്റെ തലയിലെ രോമങ്ങളെല്ലാം എണ്ണിയിരിക്കുന്നു എന്നൊരു പദമാണ് മലയാള വേദ പുസ്തകത്തിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഥേൽ പി ജേക്കബ് അതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ഓർമ്മ വന്നത്. ഈവൻ ദ വെരി ഹെയർസ് ആർ നമ്പേർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഓരോ തലമുടിക്കും കർത്താവ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ തലവണയിൽ ഒരു മുടി കിടക്കുന്നത് കണ്ടാൽ മുടി പൊഴിഞ്ഞെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ചീപ്പയിൽ ഒരു മുടി ഇരുന്നത് കണ്ടാൽ മുടി പൊഴിഞ്ഞെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് പറയും, ഇത്രാമത്തെ റോയിൽ ഇത്രാമത്തെ നമ്പർ മുടിയാ പൊഴിഞ്ഞത്. ഫോർ ഇറ്റ് ഈസ് നമ്പർ. ആ അളവിലാണ് ദൈവത്തിൻ്റെ പോക്കെങ്കിൽ ഇന്ന് പകൽ ദൈവപതിലെ ശക്തിപ്പെട്. ഞാൻ പറഞ്ഞില്ല, പ്രസംഗമല്ലിത്, വചന ശുശ്രൂഷയാ. പുതുവർഷത്തേക്ക് ആവശ്യമുള്ള പുതിയ ആരംഭത്തിനായി എന്നെ കരുതുന്നവൻ, ഓ ഗോഡ്, എന്നെ കരുതുന്നവൻ. ഹാഗാറിൻ്റെ വാക്കും ഇതായിരുന്നു, എന്നെ കാണുന്നവനെ ഞാനിവിടെ കണ്ടല്ലോ. ഇതുവരെ ദൈവം എന്നെ കണ്ടിരുന്നു, ഞാൻ അങ്ങയെ കണ്ടിട്ടില്ല. ഞാൻ കാണാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നവൻ, ഞാൻ കാണാതെ എന്നെ കണ്ടുകൊണ്ടിരുന്നവൻ, ഞാൻ ഇപ്പോഴത്തേണ്ട ആളത്വമായി വെളിപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് വെളിപ്പെട്ടിട്ട് എനിക്ക് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇന്നെൻ്റെ കുഞ്ഞ് ചാകാൻ തുടങ്ങുമ്പോൾ, ജീവിതം ഇവിടെ തീരാൻ തുടങ്ങുമ്പോൾ, തലമുറ ഇവിടെ ഒതുങ്ങാൻ തുടങ്ങുമ്പോൾ, ഇവിടെ ആകപ്പാടെ ശൂന്യതയാണെന്ന് പറയുമ്പോൾ, എന്നെ കാണുന്നവനെ ഞാൻ കാണത്തക്കവണ്ണം അങ്ങ് പ്രത്യക്ഷനായി. ഈ വാക്കുകളിലൂടെ ദൈവം ചിലരുടെ മുമ്പിൽ പ്രത്യക്ഷനാകട്ടെ. മോശെ വാ, ഞാൻ അങ്ങേ ഒന്നുകൂടെ ഉപയോഗിക്കട്ടെ. മോശെ പറഞ്ഞ, കർത്താവേ, എൻ്റെ യോഗ്യത തീർന്നു, ഐ കനോട്ട്. ഒത്തിരി പ്രാവശ്യം തൊട്ടത്, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. എൻ്റെ വ്യക്തിത്വം പോയി, എനിക്ക് രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. എൻ്റെ എലിക്വൻസി മോശമാണ്, എനിക്ക് നന്നായി അറിയാം, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഞാൻ അയോഗ്യനാണ്. കർത്താവ് പറഞ്ഞു, മോശേ, ഞാൻ കൂടെ വരാം. മോശേ, ഞാൻ കൂടെ വരാം. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യനൊന്നും ചെയ്യാനില്ല, ഒരു ചെകുത്താനൊന്നും ചെയ്യാനില്ല, ഒരു ശത്രുവിനൊന്നും ചെയ്യാനില്ല. ദൈവസാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ നടത്തുന്നവനായ ദൈവം എന്നെ നടത്തിക്കോളും.
എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടു. മോശേ, ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നീ എന്നെ കണ്ടല്ലോ, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശത്രുക്കളായ സകല ശത്രുക്കളും നിൻ്റെ മുമ്പിൽ തോക്കും. അല്ലെ, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരിക. ആ സാന്നിധ്യം കൂടി ഇരിക്കുന്നിടത്തോളം ഞാൻ പറഞ്ഞു, നിമ്രോദ് പണ്ട് നായാട്ടിന് പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്ന അങ്ങനെ, അദ്ദേഹം സിംഹങ്ങളെയായിരുന്നു തൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്. സാധാരണ ആളുകൾ നായാട്ടിന് പോകുമ്പോൾ പട്ടികളെ കൊണ്ടുപോകും. നിമ്രോദ് മാന്ത്രിക വീരനായിരുന്നത് കൊണ്ട് അദ്ദേഹം മന്ത്രവാദത്താൽ സിംഹത്തെ ഒതുക്കി 2 സിംഹങ്ങളെ ഇടത്തും വലത്തുമായിട്ട്, ഞാനിവിടെ പലപ്പോഴും ആ പിക്ചർ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റിലുള്ള പിക്ചറാണ്. ഇടത്തും വലത്തും 2 സിംഹങ്ങളെ നിർത്തിയായിരുന്നു ഇയാൾ യുദ്ധത്തിന് പോകുന്നതെന്ന്. കാര്യം ഒരുത്തനും എതിരെ നിൽക്കത്തില്ല, ഒരു ജീവിയും അടുത്ത് വരത്തില്ല, യാതൊരു ജീവിയും എതിർപ്പെടാൻ വരത്തില്ല. 2 സിംഹവും അതിനെ നയിക്കുവാൻ കഴിവുള്ള ഒരു നിമ്രോദുമായിട്ടാണ് വരുന്നത്. ആരെ അടുക്ക വരുന്നത്? മോശേ, അങ്ങയുടെ മുമ്പിൽ ഒരെണ്ണം നിൽക്കത്തില്ല, ഒരൊറ്റ എണ്ണം അങ്ങയുടെ മുമ്പിൽ നിൽക്കത്തില്ല. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുക. തൽക്കാലം അങ്ങയ്ക്ക് പകരം സംസാരിക്കാൻ ചേട്ടനെ കൂടെ വിളിച്ചുകൊണ്ട് പോകും. നീ ജനിക്കുന്നതിന് മുന്നമേ മോശയുടെ ജനനത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ തൊട്ടേക്കാം, ഇപ്പം നിർത്താൻ വേണ്ടി, എളുപ്പം നിർത്താനായിട്ടാണ്. മോശയ്ക്ക് ജനനം കൊടുക്കേണ്ടതിന് ദൈവം ഒരു ലേവ്യനോട് പറഞ്ഞു, നീ ഒരു പെണ്ണെ വിളിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് പോ. കാര്യം നാടിൻ്റെ റൂൾ അനുസരിച്ച് ഇന്ന് എബ്രായന് വിവാഹം നടക്കാൻ ഒക്കത്തില്ല. എബ്രായർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചുകൂടാ എന്നും പറഞ്ഞ് അവർ തന്നെ പരസ്യം കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. നിനക്കിവിടെ കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നീ ഒരു പെൺകുട്ടിയുമായിട്ട്, ഒരു കന്യകയുമായി ഇവിടെ നിന്ന് പോ. അതിൻ്റെ അർത്ഥം കിട്ടിയ പെണ്ണിനെയും കൊണ്ട് പൊക്കോളാനല്ല. നോ, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു കന്യക തന്നെ വേണം. എനിക്ക് ബ്രാൻഡ് കുറഞ്ഞ ഒന്നിനെ, സാഹചര്യം കുറഞ്ഞ ഒന്നിനെ, തലമുറയിലെ ഐഡൻറ്റിറ്റി കുറഞ്ഞ ഒന്നിനെ, വ്യക്തിത്വം കുറഞ്ഞ ഒന്നിനെ, സ്റ്റാറ്റസ് കുറഞ്ഞ ഒന്നിനെ, സാമൂഹ്യ സ്ഥിതി കുറഞ്ഞ ഒന്നിനെ വേണ്ട. കൊള്ളാവുന്ന ഒരു മോശ പുറത്തു വരുവാൻ വേണ്ടി നീ പോന്ന കൂട്ടത്തിൽ ഒരു ലേവി കന്യകയുടെ നിന്റെ കൂടെ ഞാൻ അയക്കും. പറഞ്ഞു, മോശ ജനിക്കുന്നതിന് മുമ്പേ ഈ മാതാപിതാക്കൾ പിള്ളേരെ വളർത്താൻ പഠിക്കണം. മാതാപിതാക്കൾ പിള്ളേരെ വളർത്താൻ പഠിക്കണം. അത് കഴിഞ്ഞു മതി മോശ. അതുകൊണ്ട് ആദ്യമേ ഒരു മിരിയാമിനെ കൊടുത്തു. മിരിയാമിനെ വളർത്തി പഠിച്ചു. രണ്ടാമത് പറഞ്ഞു, മോശ വിക്കനായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. കാര്യം മോശയ്ക്ക് ഒത്തിരി എതിരുണ്ട്. അവനാണ് ദൈവത്തിൻ്റെ പുരുഷനെന്നറിയാം. അവനെതിരെ എതിരുകൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് എതിരിൻ്റെ സമയത്ത് ഇവനോട് കൂടെ നിൽക്കേണ്ടതിന് വേണ്ടി ഒരു ചേട്ടനെ വേണം. അങ്ങനെ ഒരു അഹരോൻ ജനിച്ചു. ഇത് കഴിഞ്ഞാണ് മോശയുടെ ജനനം. അമ്മയപ്പന്മാർ ചൊവ്വെ വളർത്തി. ഇപ്പം പറഞ്ഞു, മോശയോട് കർത്താവ് പറഞ്ഞു, മോശേ, നിന്റെ ജനനത്തിന് മുന്നമേ നിനക്കൊരു ചേട്ടനെ ഞാൻ വേർതിരിച്ചിട്ടുണ്ട്. നല്ല എലിക്വൻസി ഉള്ളവനാണ്. നിന്റെ ബലഹീനത, നിനക്ക് സംസാരിക്കാൻ കഴിവില്ല, നിന്റെ എലിക്വൻസി കുറവാണ്. അവനോട് പറ, അവന് നല്ല എലിക്വൻസി ഉള്ളവനാണ്. ഈ ചർച്ചിലൊക്കെ എലിക്വൻസി ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരണം നടത്തേണ്ടതിന് വേണ്ടി പിശാച് എലിക്വൻസി ഉള്ള ചിലരെ തിരഞ്ഞെടുക്കുന്നത് പോലെ, കഴിവുള്ള ചിലരെ തിരഞ്ഞെടുക്കുന്നത് പോലെ, മോനെ, എനിക്ക് വേണ്ടി നിൽക്കാനും ഞാൻ കഴിവുള്ള ചിലതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എലിക്വൻസി ഉള്ളവർക്കായി, സംസാരശേഷി ഉള്ളവർക്കായി, സംസാരിക്കാൻ വാക്ചാതുര്യമുള്ളവർക്കായി, ആ വാക്കിനകത്തൊരു ഖനമുള്ളവർക്കായി, ശബ്ദത്തിനകത്തൊരു ഖനമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒന്നിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ സ്വന്തം ചേട്ടനാ. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ നിന്നെ എതിരേറ്റ് ഇങ്ങോട്ട് വരും. വാ മോശേ, ഞാൻ നിന്നെ അയക്കുക. 1, ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ നിന്റെ കൂടെ വരും. നിന്റെ നാക്കിൽ എൻ്റെ സാന്നിധ്യം കാണും. 2, നിനക്ക് പകരം സംസാരിക്കുവാൻ, നീ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയുവാൻ. പലരും പറയുന്നത് ഞാൻ അതുപോലെ ഏറ്റുപറയാറില്ല. ചിലപ്പോൾ എൻ്റെ വകയായി ഓർമ്മ പെശകുന്നോ അല്ല കേൾക്കാതെ പോയതോ എന്തോ ഒരു അത്യാവശ്യത്തിന് ഉള്ളത് ഞാനും കൂടെ ചേർത്തായിരിക്കും പറയുന്നത്. ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ അതല്ലാതെ മാർഗവുമില്ല. തർജ്ജിമക്കാരൻ്റെ തലയിലാണ് മുഴുവൻ പ്രസംഗകാരി അയക്കി പ്രത്യേകിച്ചൊന്നും പറയാൻ കാണുകയില്ല. അപ്പോൾ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസമല്ലേ തർജ്ജിമക്കാരൻ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ പ്രസംഗിക്കും. അങ്ങനെയും പതിവുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് കാതോർത്തിരുന്ന് നീ പറയുന്നത് അതുപോലെ പറയുന്ന ഒരു ചേട്ടനെ ഞാൻ നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവനെ കാണും. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചു. എവ്രിതിങ് ഈസ് റെഡി. എവ്രിതിങ് ഈസ് റെഡി. പരിശുദ്ധാത്മാവ് വ്യക്തമായി അങ്ങ് ഇടപെടുക കേട്ടോ. ഈ ഫ്രഷ് ബിഗിനിങ്ങിന് വേണ്ടി ദൈവം തയ്യാറായി വരുമ്പോൾ, ചിലരെ കർത്താവിനോട് വിളിച്ചിറക്കുമ്പോൾ, എവ്രിതിങ് ഈസ് മെയ്ഡ് റെഡി. ജോലിയുടെ സ്ഥാനത്ത് ജോലി, ശമ്പളത്തിൻ്റെ സ്ഥാനത്ത് ശമ്പളം, വേലയുടെ സ്ഥാനത്ത് വേല, വീടിൻ്റെ സ്ഥാനത്ത് വീട്, വാടകയുടെ കാര്യത്തിൽ വാടക, എല്ലാം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. വാ, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. വേറെ ഒന്നും നിനക്ക് വേണ്ട.
1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിൻ്റെ ഗൗരവത്തിൽ നടക്കുമ്പോൾ യുദ്ധഭൂമിയിലേക്ക് പോകണമെന്ന് എനിക്ക് ഒരു ഓർഡർ കിട്ടി. അന്ന് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ചിന്നമ്മയെ പെട്ടെന്ന് നാട്ടിലയച്ച ശേഷം ഞാൻ ഇവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹി ചില ദിവസങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ തരും, ഇമ്മീഡിയറ്റ്ലി ഒരു സഭ തുടങ്ങാൻ വേണ്ടിയാണ്. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു സഭ തുടങ്ങാൻ വേണ്ടിയാണ് നിന്നെക്കുറിച്ച് ഞാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഒരു കാഴ്ച എന്നെ കാണിച്ചു. ഒരു വലിയ പ്ലേറ്റിനകത്ത് മറച്ച ആഹാരം വിളമ്പി, നല്ല രുചികരമായ ആഹാരം, കണ്ടാൽ താല്പര്യപ്പെടുന്ന ആഹാരം വിളമ്പി അടച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണിച്ചു. എന്നോട് പറഞ്ഞ കർത്താവിനോട് പറഞ്ഞു, യോഗ്യനായ ഒരു വ്യക്തി വേണം ഇത് തുറക്കാൻ. ഇത് കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി ഞാൻ നിന്നെ വിടുക, അതിൽ കൂടുതൽ ആവശ്യമില്ല, പോകോളാൻ പറഞ്ഞു. അടുത്ത ദിവസമാണ് എക്സ്ട്രീം ഫോർവേഡ് ഏരിയയിലോട്ട് പോകാൻ ഒരു ഓർഡർ വന്നത്. ഞാൻ ഫോർവേഡ് ഏരിയയിൽ പോയി. 22 ദിവസമേ ഉള്ളായിരുന്നു. ആ ഏരിയയിൽ വെറും 22 ദിവസമേ ഉള്ളായിരുന്നു. പക്ഷേ 22 ദിവസം കൊണ്ട് ഒരു സഭ സ്റ്റാർട്ട് ചെയ്തു. കർത്താവ് നേരത്തെ വിളമ്പി അടച്ചു വെച്ചിരുന്നത് ഒന്ന് തുറന്നു കൊടുക്കാൻ. ഈ പകൽ ഒരു ഭയങ്കര നിയോഗം ചിലരുടെ മേൽ വീഴുക, ഒരു ഭയങ്കര നിയോഗം ചിലരുടെ മേൽ വീഴുക. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി, അന്ത്യകാല ഉണർവിനായി ചില സ്ഥലങ്ങളുടെ വാതിൽ തുറക്കുവാൻ, ചില അടക്കി വെച്ചിരിക്കുന്ന പിശാചിനോട് മാറിനില്ലെന്ന് പറയുവാൻ, ഓ ഗോഡ്, ചില ശക്തികളോട് കീഴടങ്ങെന്ന് പറയുവാൻ, ചില പാമ്പുകളെ ചവിട്ടുവാൻ, ചില തേളുകളെ ചവിട്ടുവാൻ, ചിലതിനെ കാൽ കീഴാക്കുവാൻ, ചില ഇടങ്ങളിലേക്ക് ചിലരെ ദൈവം ഒരു നിയോഗത്തോടെ അയക്കട്ടെ. ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഭാഷ അറിയാത്ത അറിയാത്തവരുടെ ഇടയിൽ ഒരു ചർച്ച് ഫോം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അത് ചെയ്തു. കാരണം ദൈവത്തിന് ഒരാളിനെ വേണം. ഇന്ന് പകലും അതുപോലെ ദൈവത്തിന് ചിലരെ വേണം. നിങ്ങളെ ദൈവം ഓർക്കുകയാണ്. കാര്യം ഒന്നിനു വേണ്ടി യു ആർ ഓൾറെഡി ഇയർ മാർക്ഡ്. ഒന്നിനു വേണ്ടി ദൈവം വേർതിരിച്ച് നിർത്തിയിരിക്കുക. വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് വേറെ നടക്കത്തില്ല. ദൈവം കാണിച്ചിരിക്കുന്ന ഇടത്ത്, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവം തന്നെ കൊണ്ടു നിർത്തും. വേറൊരു കഴിവുകളും ദൈവം നോക്കാറില്ല, വേറൊരു സാഹചര്യങ്ങളും ദൈവം നോക്കാറില്ല. ചിലതിനു വേണ്ടി ചിലരെ ഇയർ മാർക്ക് ചെയ്തിരിക്കുന്ന ദൈവം, ചിലർക്ക് വേണ്ടി ചില ഏരിയ ഇയർ മാർക്ക് ചെയ്തു. ചില ഏരിയയ്ക്ക് വേണ്ടി എന്നെ ഇയർ മാർക്ക് ചെയ്ത ദൈവം, നമ്മെ ഇയർ മാർക്ക് ചെയ്ത് ദൈവം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പോകാൻ നിയുക്തമായി നിർത്തിയിരിക്കുന്നു. മോശെ വാ, എനിക്ക് നിന്നെ അയക്കാനുണ്ട്. ഫ്രഷ് ബിഗിനിങ്. നീ ഇങ്ങോട്ട് പോരുന്നിടത്ത് തിരിച്ച് അങ്ങോട്ട് പോകും. ഞാൻ ഇതോട് ചേർത്ത് ഒന്നുകൂടെ തുറട്ടെ. യാക്കോബിൻ്റെ കാര്യം ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഇത് മറക്കരുതാത്ത ഒരാശയമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞ, അബ്രഹാമേ, നിനക്കൊരു പുതിയ ആരംഭം. ഇതുവരെ നീ അപ്പൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ കൂടെ പതുങ്ങി കൂടുകയായിരുന്നു. നിനക്കൊരു പുതിയ ആരംഭം. നീ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോ. അങ്ങനെ അദ്ദേഹം ഇറങ്ങി ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടന്നു തീർക്കാൻ ഒക്കത്തില്ല. താൻ ഒറ്റയ്ക്ക് ചെന്നെത്താവുന്നതിനേക്കാൾ ദൂരതയിലേക്കാണ് ദൈവത്തിന് കൊണ്ടുപോകേണ്ടത്. ദൈവം മോശയോട്, അബ്രഹാമിനോട് പറഞ്ഞു, ദേശത്ത് നെടുകയും കുറുകയും നടക്ക്. പക്ഷെ ഒരു മനുഷ്യൻ തന്നെ അന്നത്തെ സമ്പ്രദായത്തിലോട്ട് ഒന്നുകൂടെ എളുപ്പം വരാം. അർമേനിയൻ വ്യവസ്ഥ പ്രകാരം അർമേനിയൻ സമ്പ്രദായത്തിലേക്കാണ് തന്നെ അയച്ചിരിക്കുന്നത്. അർമേനിയൻ സമ്പ്രദായ പ്രകാരം എനിക്ക് ഒരു ദേശം പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വട്ടം നടക്കണം. ഒരു 20-25 വർഷത്തിന് പുറകിൽ ഗംഗാനഗർ ചർച്ചിൽ വെച്ച് ഞാൻ എടുത്തത്, ഇവിടെ വന്ന ശേഷം ഒറ്റ പ്രാവശ്യം പോലും തൊട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഗാനഗർ ചർച്ചിൽ വെച്ച് ഒരിക്കൽ തൊട്ട ഒരു പദം ദൈവാത്മാവിൻ്റെ ഹൃദയത്തോട് പറയുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നടക്ക്. അർമേനിയൻ നിയമപ്രകാരം നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഓരോ സ്ക്വയർ ഫീറ്റിലും ചവിട്ടണം. ഓരോ ഏരിയയിലും നിന്റെ സ്ക്വയർ ഫീറ്റിലും നിന്റെ കാല് വെക്കണം. അവിടെ മാത്രമേ നിനക്ക് ക്ലെയിം ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് കൈ ചൂണ്ടിത്തണ്ടത് മുഴുവനിഞ്ഞ് പോരട്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല മോനെ, നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതിലേ പോ. പക്ഷെ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടന്നു തീർക്കാൻ ഒക്കാത്തത് കൊണ്ട് ഞാൻ നിനക്കൊരു ഈസഹാക്കിനെ തരാം. രണ്ടുപേരും കൂടെ നടക്കണം. ഇതെല്ലാം ഇറ്റ്സ് ഓൾ ഓൺ പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ ഒരുമിച്ച് നടക്കണം. പക്ഷേ ഈസഹാക്ക് മരമടിയനായിരുന്നു. തനി മലയാളത്തിൽ കുഴിമടിയൻ എന്നാ പറയുന്നത്. ഈ പുള്ളി ഒരു ജോലിക്കും പോവില്ല. എടാ, അപ്പൻ വീട് വെച്ചിട്ടുണ്ട്, സുഖമായിട്ട് താമസിച്ചാൽ പോരെ. അമ്മ പരിപാലിക്കാനുണ്ട കാര്യം നോക്കി ഇല്ലാതിരുന്ന് വെച്ചുണ്ടായി ഒരു മോന. അപ്പം വളരെ കാര്യമായി അപ്പനും അമ്മയും നോക്കി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആ പുള്ളി ആനങ്ങാതെ അവിടെ ഇരുന്നു. അബ്രഹാം ഒരുപാട് ദൂരം നടന്നു. ദൈവം പറഞ്ഞ വഴിയാണ് നടന്നു. ഒടുവിൽ അബ്രഹാമും കൂടി ഇരുന്നല്ലേ ഇപ്പം എന്ത് ചെയ്യാനൊക്കും.
ഇസഹാക്ക് മരമടിയനായി അവിടെ ഇരുന്നു. അങ്ങേർക്കൊരു മോൻ ജനിച്ചു, അതായിരുന്നു യാക്കോബ്. ആ പുള്ളി തിരിച്ചുപോയി. അബ്രഹാം ഇങ്ങോട്ട് പോരുന്ന പദ്ദനാരാമിലേക്ക് തിരിച്ചു പോരുക, യാക്കോബ് ഇങ്ങോട്ട് പോരുക. ചില റിട്ടേണിങ് ദൈവത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദൈവം ആഗ്രഹിച്ച ഡയറക്ഷനിലല്ലായിരിക്കും നടന്നത്. ദൈവത്തിന് വേണ്ടത് അങ്ങോട്ട് പോകാനാണ്. അവൻ ഇങ്ങോട്ട് നടന്നു. ഞാൻ 25ഓളം വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത ഒരു പദം വീണ്ടും ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പേ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ടു. മലയാളത്തിലൊരു വാക്കുണ്ട്, മൂപ്പിറക്കുക. കേട്ടിട്ടുണ്ടോ? കുറച്ച് ആളുകളെ കേട്ടിട്ടുള്ളൂ, തീരെ കുറച്ച് ആളുകൾ. ഞാൻ എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലം വാങ്ങിയെന്നിരിക്കട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാ. ഞാൻ എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലം വാങ്ങി. ഈ സ്ഥലം എൻ്റേതാണെന്ന് ചുറ്റുവട്ടത്തിലുള്ളവർക്കാർക്കും അറിയത്തില്ല. ഞാൻ രജിസ്റ്റർ കച്ചേരിയിൽ പോയി രജിസ്റ്റർ ചെയ്തു, ഡോക്യുമെൻ്റ് എൻ്റെ പേരിലായി. പക്ഷെ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ സ്ഥലം വാങ്ങിയെന്ന്. അതുകൊണ്ട് ഈ സ്ഥലം എൻ്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉടമസ്ഥൻ അങ്ങോട്ട് പോകുന്ന ഒരു പോക്കുണ്ട്. അതിനെയാണ് മൂപ്പിറക്കാൻ പോവുക എന്ന് പറയുന്നത്. ഇയാളുടെ കയ്യിലൊരു കത്തി കാണും. ഇയാൾ അവിടെ പോയിട്ട് അവിടെ ഒരു കിളന്ന് നിൽക്കുന്ന 4-5 മരങ്ങളൊക്കെ വെട്ടിയിടും. അവിടെ നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ വെട്ടിയിടും. അപ്പോൾ ഇത് കാണുന്നവർ ചോദിക്കും, നീ ഏതാടാന്ന് ചോദിക്കും, പറയും എൻ്റെ ഏടാന്ന് പറയും. അങ്ങനെയാണ് മൂപ്പിറക്കുക എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത് മൂപ്പിറക്കേ പറ്റുള്ളൂ. കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ദേശത്ത് മൂപ്പിറക്കാൻ ചിലരെ വേണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ ക്ലെയിം ചെയ്യുകയാണ്, എൻ്റെ ആണെന്ന്. ദേശത്ത് മൂപ്പിറക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 25 വർഷങ്ങൾക്ക് മുമ്പേ ആയിരിക്കും ഞാൻ ഈ പദങ്ങൾ ഗംഗാനഗറിൽ വെച്ച് ഉച്ചരിച്ചത്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് പറഞ്ഞു, ജനത്തോട് പറ, എൻ്റെ ജനം മൂപ്പിറക്കിയേ പറ്റൂ. ചില ഏരിയകളിൽ ചെന്ന് ഇത് എൻ്റെ ആ പിശാചെ പോകാൻ പറയുവാൻ, ഇത് എൻ്റെ ആ നീ പോകാൻ പറയുവാൻ, ചിലതെല്ലാം ചെയ്തെടുക്കുവാൻ. അത് കഴിയാതെ പോയാൽ 2ാം തലമുറ മടിയന്മാരായി മാറിയാൽ 3ാം തലമുറ മടങ്ങിപ്പോകുന്നവരായിരിക്കും. മറക്കരുത്, 3ാം തലമുറ തിരിച്ചു പോകുക. ഇയാൾ പോയി, യാക്കോബ് പോയിട്ട് അമ്മായിയപ്പൻ്റെ അടിമയായി അമ്മായിയപ്പൻ്റെ ആട് തീറ്റിക്കൊണ്ട് കിടക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എടാ വിളിയുടെ ഉദ്ദേശം ഇതല്ലടാ, എനിക്ക് കനാനിൽ കൊണ്ട് പാർപ്പിക്കാനാ ഞാൻ അബ്രഹാമിനെ വിളിച്ചത്. അതുകൊണ്ട് തിരിച്ചു വാ, നീ തിരിച്ചു വാ. ഒരു സൈന്യം അദ്ദേഹത്തോടുകൊണ്ട് തനിക്കൊന്നും അറിഞ്ഞുകൂടാ. പെനിയലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സംഘം ദൂതന്മാർ തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിവരം തന്നെ അറിയുന്നത്. പലരും എത്തേണ്ടിടത്ത് എത്തിയെങ്കിൽ മാത്രമേ ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഫ്രഷ് ബിഗിനിങ് ഇറ്റ് ഈസ് ഓൾവേസ് അക്കമ്പനീഡ് ബൈ ദ ഏഞ്ചൽസ്. ഏഞ്ചലിക് മിനിസ്ട്രി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. അതെ, ചില ഹൃദയങ്ങളോട് ദൈവം ഇടപെടുന്നില്ലേ? ഇരുന്ന് ചില സമർപ്പണങ്ങൾ വെച്ചോടെ ഇരുന്ന് ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ മേലെ പുതിയ നിയോഗം കിടക്കുന്നു. ഇതുവരെയും തീരാത്ത ഒരു നിയോഗം എൻ്റെ മേൽ കിടക്കുന്നു. അൺയൂസ്ഡായ ഒരു നിയോഗം എൻ്റെ മേൽ കിടക്കുന്നു. അൺയൂട്ടിലൈസ്ഡായ ഒരു അഭിഷേകം എൻ്റെ മേൽ കിടക്കുന്നു. ഹിയർ ആം മൈ ലോർഡ്, എന്നെ ഒന്ന് ഉപയോഗിക്കുക കർത്താവേ. 2025 മുന്നോട്ട് പോകുവാൻ. ചിലയിടത്തൊക്കെ മൂപ്പറക്കാൻ അഹങ്കാരം എന്ന് പറയുന്നവരുണ്ട്. അവരെന്നേലും പറഞ്ഞു പോട്ടെ, കള, അതെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നേരം തികയത്തില്ല. ഡു വാട്ട് ഗോഡ് വാണ്ട് യു ടു ഡു. ഡു വാട്ട് ഗോഡ് വാണ്ട് യു ടു ഡു. അദ്ദേഹം ഇറങ്ങിപ്പോയി. തൻ്റെ യാക്കോബ് പോകുന്ന പോക്കിനകത്താണ് ബേഥേലിൽ കയറുന്നത്. ബേഥേലിൽ കയറി എന്ന് പറയാതെ ബേഥേലിൽ എത്തുന്നത്, അങ്ങനെ വേണം പറയാൻ. ബേഥേലിൽ എത്തുന്നത്. അന്ന് ബേഥേലിലെങ്ങും ഒന്നും ഇല്ല. ആ സ്ഥലത്തിന് ലൂസ് എന്ന പേര്. ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹം എത്തിച്ചേർന്നു. ലൂസ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ എനിക്കറിയാം, അല്ലാതെ എനിക്കറിയത്തില്ല അർത്ഥം. രണ്ടായാലും ഇദ്ദേഹം ലൂസിലെത്തി. വീട്ടിൽ സുഖമായി കഴിഞ്ഞ രാത്രിയിൽ കിടന്ന് ഉറങ്ങിയ പുള്ളിയാണ്. ഇവിടെ എല്ലാം ലൂസാണ്. ഇവിടെ കിടക്കാൻ കട്ടിലും ഇല്ല, തലവണയും ഇല്ല, മെത്തയും ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഏതായാലും ലൂസാണ്, കിട്ടിയത് കരിങ്കല്ല, അതേ കിടക്കാം. എൻ്റെ പൊന്നെ, മണ്ണിലെങ്ങാനും തല വെച്ച് കിടക്കരുന്ന്. എത്രയോ സുഖമായിരുന്നു യാക്കോബേ, നീ ഈ കരിങ്കല്ലേ കൊണ്ട് തല വെച്ചത്. ഇയാൾ കരിങ്കല്ലെ തലയും വെച്ച് ആയിക്കും ലൂസായതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തോന്നത്തില്ല. കരിങ്കല്ലെ തല വെക്കാൻ തോന്നി. കരിങ്കല്ലിൽ കല്ലിൻ്റെ കഷണത്തിൽ തലയും ഒക്കെ വെച്ച് രാത്രി കിടക്കുമ്പം കർത്താവ് പറഞ്ഞു, മോനെ, നിന്നെ ലൂസിൽ കൊണ്ടുവന്നതിൻ്റെ കാര്യം നിന്നെ ടൈറ്റാക്കാനാണ്. നിന്നെ ഇങ്ങനെ ലൂസായിട്ട് വിട്ടാൽ ശരിയാകില്ല. എനിക്ക് നിന്നെ ടൈറ്റപ്പ് ചെയ്യണം. കാര്യം നിൻ്റെ പുറകിൽ 2 തലമുറയുടെ വിളി കിടപ്പുണ്ട്. എൻ്റെ ദൈവമേ, ആരോടൊക്കെ എത്ര സ്പെസിഫിക് ആയിട്ട് ദൈവം ഇടപെടുന്നതെന്നറിയാമോ? നിൻ്റെ പുറകിൽ 2 തലമുറയുടെ മേലുള്ള വിളി കിടപ്പുണ്ട്. 2 തലമുറ മുടക്കിയ വില നിൻ്റെ പുറകിൽ കിടപ്പുണ്ട്. 2 തലമുറകളുടെ കയ്യിൽ ഞാൻ കാശ് വാങ്ങിച്ചത്, ഞാൻ അവരുടെ അധ്വാനം വാങ്ങിയത് നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി. യാക്കോബേ, നിനക്കിവിടെ കിടക്കാൻ ഒക്കത്തില്ല, നിനക്ക് ഈ പോകുന്ന പോക്ക് ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്യാം, ഉടമ്പടി ചെയ്യാം, വാ. ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ കിടന്ന കിടപ്പിന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം.
ഒരു കോവേണി തൻ്റെ അടുക്കലിരിക്കുന്നു, അതിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിനകത്തെ എന്നോട് ദൈവം ഇടപെട്ട പദമാണ് ഭൂമിയിൽ വെച്ചിരിക്കുന്നതും സ്വർഗത്തിൽ വരെ തലയെത്തുന്നതുമായൊരു കോവേണി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയാൻ, എന്നെ ഏൽപ്പിച്ച ദൂത നിങ്ങളോട് പറയാൻ അല്ല ഏൽപ്പിച്ച, പക്ഷെ നമുക്കും ബാധകമാണ്. ആ വ്യക്തിയോട് പറയാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ച ഒരു ദൂത, നിന്റെ താല്പര്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കോവേണിയാണ്, അങ്ങനെ ഒരെണ്ണം വരത്തില്ല. നീ ഒരു തീരുമാനമെടുക്കണം. ഭൂമിയിൽ വെച്ചിരിക്കുന്ന കോവേണി, ബേസ് ഉറപ്പിക്കുന്നത് ഇവിടെയാ. നിന്റെ തീരുമാനം പക്ഷെ സ്വർഗത്തിൽ എത്തുന്നതായിരിക്കണം, ഞാനും കൂടെ അംഗീകരിക്കുന്നതായിരിക്കണം. ചിലരൊരു തീരുമാനമെടുക്കും, ഇന്നു മുതൽ ഇന്ന കാര്യം നടക്കുന്നവരെ ഷേവ് ചെയ്യത്തില്ല പോകും. വേറൊരുത്തിനൊരു തീരുമാനമെടുത്ത് ഇന്നു മുതൽ ഇന്ന കാര്യം നടക്കുന്നത് വരെ മുടി വെട്ടയ്ക്കത്തില്ല, കുളിക്കത്തില്ല, തീർന്നല്ലോ. ഞാനാണെങ്കിൽ പറയും ഇന്നു മുതൽ ഇന്ന കാര്യം നടക്കുന്നത് വരെ ഉപവാസം. മോനെ, ഇതൊന്നും സ്വർഗത്തിലെത്തുകയില്ല. സ്വർഗത്തിലെത്തണമെങ്കിൽ എൻ്റെ കൂടെ തത്വത്തിന് യോജിക്കണം. നീ എടുത്ത തീരുമാനം ഭൂമിയിൽ വെച്ചിരിക്കുന്നതും അതേസമയം അങ്ങേ തല സ്വർഗത്തിൽ എത്തുന്നതുമായ ഒരു കോവേണി ഉയരട്ടെ. ദൂതന്മാർ എൻ്റെ കയ്യിലുണ്ട്. ഒരു കോവേണി ഉയരട്ടെ, ചില പ്രതിഷ്ഠകൾ, ചില തീരുമാനങ്ങൾ ഉയരട്ടെ. അതിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. നിങ്ങളെ പരിപാലിക്കുന്ന ദൈവദൂതൻ, മിനിറ്റുകൾ തോറും വിവരം ചെന്ന് പറയുന്ന ദൈവദൂതൻ, മിനിറ്റുകൾ തോറും ആവശ്യമുള്ളത് കൊണ്ടുവരുന്ന ദൈവദൂതൻ. പ്രൈസ് ദ ലോർഡ്. ആ ദൂതൻ ഇറങ്ങേണ്ടതിന് നീ ഒരു കോവേണി ഇവിടെ വെച്ചേ പറ്റത്തുള്ളൂ. ആ കോവേണി കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അവിടെ ഭാഗം വിശദീകരിക്കുന്നില്ല. രാവിലെ അദ്ദേഹം ഉറക്കമുണ്ടെന്ന് വെച്ചൊരു പദം പറഞ്ഞു, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്. ബിഷപ്പ് ടി ഡി ജെയ്ക്സ് ഒരിക്കൽ സ്വർഗത്തിൻ്റെ വാതിൽ എന്ന വാക്ക് പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നവർക്ക് നമ്മുടെ ബോർഡിൻ്റെ ഇങ്ങേ സൈഡിൽ, മെയിൻ ബോർഡിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്, ഹൗ ഓസം ഈസ് ദിസ് പ്ലേസ്. ഇത് എത്ര മനോഹരമായ, എത്ര അത്ഭുതകരമായ സ്ഥലമാണ്. ഇത് സ്വർഗത്തിൻ്റെ വാതിലല്ലാതെ വേറൊന്നല്ല, ബേഥേൽ. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളിൽ ചിലരുടെ വീട്ടിൽ രാത്രി പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇലക്ട്രിക് ലൈറ്റ് എങ്ങുമില്ല, മണ്ണെണ്ണ വിളക്കാണ്. ഇത് കെടുത്തിയേച്ചേ കിടന്നുറങ്ങത്തുള്ളൂ. പാതിരാത്രിക്ക് ഉണർന്നു കഴിയുമ്പം വാതിൽ എവിടെ ഒന്നും ഒരു പിടിയില്ല. എൻ്റെ പൊന്നെ, വാതിൽ തപ്പി നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനും ചിന്നമ്മയും കൂടെ ഒരു വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. രാത്രി അവളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എവിടാ? ഞാൻ പറഞ്ഞു ഇന്നടത്ത. ഓക്കെ. ഞാൻ പലയിടത്തും ഒരു രാത്രി കിടക്കാനേ എനിക്ക് പദവി ഉള്ളൂ. സ്ഥിരം താമസിക്കാൻ എനിക്ക് പലയിടത്തും പറ്റത്തില്ല. കിടക്കുന്നതിന് മുമ്പേ ഞാൻ കിടന്നുകൊണ്ട് പറയും, ഉറങ്ങുന്നതിന് മുമ്പേ കിടന്നുകൊണ്ട് പറയും, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇന്ന രാജ്യത്താണ്, ഇന്ന സ്റ്റേറ്റിലാണ്, ഇന്ന വീട്ടിലാണ്, ഇന്നാരുടെ വീട്ടിലാണ്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നേരെ ഇങ്ങനെ എഴുന്നേറ്റാൽ ഇടത്ത് സൈഡിലാണ് സ്വിച്ച്, അല്ലെ വലത്ത് സൈഡിലാണ് സ്വിച്ച്. ഇതെല്ലാം ഒരു 3-4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞേച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യത്തുള്ളൂ. ഇല്ല പാതിരാത്രിക്ക് എഴുന്നേൽക്കുമ്പോൾ വാതിൽ ഇവിടെ ഒന്നും ഒരു പിടിയും കിട്ടുകയില്ല. അത് മാറി മാറി കിടക്കുന്നവർക്കറിയാം. ഓക്കെ, യാക്കോബേ, വാതിൽ ഇവിടെ അന്ന് കണ്ടല്ലോ. എടാ, വാതിൽ കണ്ടുപിടിക്കുന്നത് പ്രധാനം. ഇന്ന് പകൽ പലരും തങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു ചാടാൻ വാതിൽ തപ്പുക. ഇന്ന് പലരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയിലേക്ക് കയറാൻ വാതിൽ തപ്പുക. സ്ട്രാറ്റജി തപ്പി നടക്കുന്നവരോട് ഇതാണ് വാതിലെന്നൊന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഈ വാതിൽ നിന്നെ നടത്തും. ഓ ഗോഡ്, യാക്കോബേ, ഈ വാതിൽ നിന്നെ നടത്തും. നീ വാതിൽ കണ്ടല്ലോ, ഈ വാതിൽ നിന്നെ നടത്തും. ഇവിടെ നിന്നാണ് നിൻ്റെ കൊടുക്ക വാങ്ങൽ, ഇവിടെ നിന്നാണ് നിൻ്റെ ഇടപെടൽ. ഇതിനോട് ബന്ധപ്പെടുത്തി ഡെറിക് പ്രിൻസിൻ്റെ ഒരു ആശയം കൂടെ ഞാൻ തൊടാറുണ്ട്. നമുക്ക് സ്വർഗം വെച്ചിരിക്കുന്ന വാതിലെന്ന് പറയുന്നത് യേശുവിൻ്റെ കാൽവറിയാ, ദ ഡിവൈൻ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്. സ്വർഗീയ കൈമാറ്റത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഇടമാണ് യേശുവിൻ്റെ കാൽവറി. ആ യേശുവിൻ്റെ കാൽവറി മുഖേന മാത്രമേ ദൈവത്തെങ്കിലേക്ക് പ്രവേശനമുള്ളൂ. ദൈവത്തെങ്കിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. കാൽവറിയുമായി ബന്ധപ്പെട്ടവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കയാ. വാതിൽ കണ്ടു. വാതിൽ കണ്ടപ്പം പറഞ്ഞു, ഇനി നീ പൊയ്ക്കോ, നീ യാത്ര ചെയ്തു, എവിടെ പോയാലും നീ ഇവിടെ തിരിച്ചു വരും. നീ ഇവിടെ തിരിച്ചു വരും. പ്രതിഷ്ഠ എടുത്തേച്ചു പോ, പ്രതിഷ്ഠ എടുത്തേച്ചു പോ. അദ്ദേഹം അതിരാവിലെ ഉണർന്നേച്ചു പറഞ്ഞു, നമ്പർ 1, ഞാൻ സ്ഥലത്തിൻ്റെ പേര് മാറ്റുക. പണ്ടിതിന് ലൂസ് എന്നായിരുന്നു പേര്. ഇന്നു മുതൽ ഇത് ബേഥേലായിരിക്കും. പണ്ട് ഇത് കാട്ടുകല്ലുകളുടെ ഇടമായിരുന്നു. ഞാൻ ഇതിനെ ആലയമാക്കി മാറ്റും. മനസ്സിലാകുന്നുണ്ടോ?
പണ്ടിത് കാട്ടുകല്ലുകളുടെ ഇടമായിരുന്നു, ഞാൻ കല്ല് തലവണയായിട്ടാണ് വെച്ചത്. തൽക്കാലം ആ കല്ല് നേരെ നീക്കട്ടെ, ഇത് യാഗപീഠമാകും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് വേണ്ടി ചില തീരുമാനങ്ങളുടെ പൂർത്തീകരിച്ച് പറ്റത്തുള്ളൂ. ദൈവം ഉടമ്പടികളുടെ ദൈവമാ, ദൈവം ഉടമ്പടികളുടെ ദൈവമാ, ദൈവം തീരുമാനങ്ങളുടെ ദൈവമാ. വീണ്ടും അദ്ദേഹത്തിനൊരു ഫ്രഷ് ബിഗിനിങ്. അവിടുന്നായി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതുക്കൽ നിന്ന് അദ്ദേഹം ഒരു യാത്രയാരംഭിച്ചു. ലാബാൻ എടുത്തിട്ട് കളിപ്പിച്ചു. ഇതിനൊക്കെ താരയിലും ശ്രദ്ധിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം. പണ്ട് ഒരു 1-2 പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ പറയാത്തപ്പോൾ എവിടെ ചെന്ന് കൊണ്ടുവരാൻ? പഴയ ദൈവം, പഴയ ബൈബിൾ, പഴയ മനുഷ്യൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. പിന്നെ ഇത് പറഞ്ഞതല്ലാതെ എന്നെ പറയാൻ? ഒന്നീ ദൈവം മാറുന്നില്ല, അല്ലെങ്കിൽ ബൈബിൾ മാറുന്നില്ല. ഈ പറഞ്ഞതല്ല, വേറൊരു ഒന്നും പറയാനില്ല. യാക്കോബും നാട്ടുകാരെ പോലെ നടക്കാൻ താല്പര്യപ്പെട്ട പാർട്ടിയാണ്. അക്കാലത്ത് വിവാഹിതരാകുന്ന യൗവനക്കാരുടെ ദോഷം, വൈകുന്നേരത്ത് നിറച്ചു കുടിക്കും, കൂട്ടുകാരും ചേർന്ന് കള്ളു കുടിച്ചു ബോധമില്ലാതെ ഇവന്മാർ പോയി കിടക്കത്തുള്ളൂ. അന്നേരത്താണ് ഭാര്യയെ കൊണ്ട് റൂമിൽ കൊടുക്കുന്നത്. ഇതാണ് അന്നത്തെ സിസ്റ്റം. യാക്കോബും മൂക്കറ്റം കുടിച്ച കിടന്നത്. ഒരു ലക്കില്ലാതെ അവനും കിടക്കുന്ന കാര്യം നാട്ടുകാരങ്ങനെ. അപ്പനാ രാത്രിയിൽ അവന് വേണ്ടാത്ത ഒന്നിനെ കൊണ്ട് കൂടെ കൊടുത്തു. ഇതൊന്നും പുള്ളിക്ക് പിടി കിട്ടുന്നില്ല, കാര്യം ഇയാൾ കുടിച്ചിരിക്കുക. എന്നടാന്ന് ചോദിച്ചാൽ പറയും നാട്ടു നടപ്പാ. പിറ്റേ ദിവസം അപ്പനോട് ചോദിച്ചു ഇതെന്നാ വില കാണിച്ചു. പുള്ളി പറഞ്ഞ് നാട്ടു നടപ്പാ, ഇതും നാട്ടു നടപ്പാ. ഞങ്ങളുടെ നാട്ടിൽ ജ്യേഷ്ഠത്തെ നിൽക്കുമ്പോൾ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുന്ന പതിവില്ല. ഇത് നാട്ടു നടപ്പാ. നീ നാട്ടു നടപ്പിനല്ലേ ഇന്നലെ കിടന്നത്, അപ്പം നിന്നോട് ഇതല്ലാതെ മാർഗമില്ല. അളക്കുന്ന അളവിനാൽ തിരിച്ചളക്കുവാൻ അനുവദിച്ചതെയോ. പക്ഷെ യാക്കോബേ, അതും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവം അത് നന്മയ്ക്ക് വേണ്ടി മാറ്റി. കാര്യം ദൈവത്തിന് 12 എന്നൊരു കണക്കുണ്ട്. അതൊത്തു വരണമെങ്കിൽ ഇവളും ഇവിടെ ദാസിമാരും കൂടെ വന്നേലേ പറ്റത്തുള്ളൂ. നിന്റെ തല കെട്ടിവെച്ചെന്ന് നിനക്ക് പലപ്പോഴും തോന്നുന്നത്, നോ, ഇറ്റ് ഈസ് എ പ്രീ പ്ലാൻ ഓഫ് ഗാഡ്. അത് ദൈവത്തിൻ്റെ ഗൈഡൻസിൽ ഉള്ളതാ. ഇത് നിനക്ക് നന്മയ്ക്കാണ്, അനുഗ്രഹത്തിനാണ്. അങ്ങനെ നാട്ടുനിയമം അനുസരിച്ച് നടന്നവനെ നാട്ടുനിയമം വെച്ച് കളിപ്പിച്ചു. കളിപ്പീരിൻ്റെ അങ്ങേ അറ്റമായി കഴിഞ്ഞപ്പോൾ യാക്കോബിന് ആകെപ്പാടെ ബുദ്ധിമുട്ടായി തീർന്നു. സിസ്റ്റർ മേരി ഗോവൂർ ഇവിടെ വന്നപ്പോഴേ ഒരിക്കൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ദയവായിട്ട് ആരും റോങ് ആയിട്ട് എടുക്കരുതേ. കൊച്ചമ്മ പറഞ്ഞു പോയതാ, ഞാൻ പറയുന്നതല്ല. പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിലെ ഏറ്റവും ഗംഭീരമായ ശിക്ഷ അമ്മായിയപ്പൻ്റെ കൂടെ താമസിക്കുന്നതാണെന്ന് സിസ്റ്റർ മേരി ഗോവൂർ പറഞ്ഞതാണ്. അമ്മായിയപ്പൻ്റെ ചിലവിൽ അമ്മായിയപ്പൻ്റെ കൂടെ അങ്ങനെ ആളുകളുണ്ട്. നിങ്ങളുടെ അമ്മായിയപ്പന്മാരുടെ കാര്യം അല്ല, അയാളുടെ അമ്മായിയപ്പൻ്റെ കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ ശിക്ഷ അമ്മായിയപ്പൻ്റെ ചിലവിൽ അമ്മായിയപ്പൻ്റെ കൂടെ താമസിക്കുക. അയാൾ ആട് തീറ്റാൻ പറഞ്ഞാൽ ആട് തീറ്റും, പന്നി തീറ്റാൻ പറഞ്ഞാൽ അതും തീറ്റിയേ പറ്റുള്ളൂ. കാര്യം അയാളുടെ വീട്ടിലല്ലേ താമസം. അങ്ങനെ താമസിച്ചു. 10-20 വർഷമായതോടെ യാക്കോബിൻ്റെ പ്രതിഫലമൊക്കെ പല പ്രാവശ്യം മാറ്റി കളിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി കളിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, ഇനി മതി, നിനക്ക് പോകാം, അടുത്ത ബിഗിനിങ്ങിൻ്റെ സമയമായി. ഇതുവരെ കഴിഞ്ഞതല്ല, അടുത്ത ഫ്രഷ് ബിഗിനിങ്ങിൻ്റെ സമയമായി. നീ തെറ്റ് ചെയ്തിട്ടല്ല നിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റുക. 4ാം ക്ലാസ് പാസ്സായവനെ മിഡിൽ സ്കൂളിലേക്ക് മാറ്റുന്നത്, 5ാം ക്ലാസ്സിലേക്ക് മാറ്റുന്നത്, അല്ലെ 6ാം ക്ലാസ് പാസ്സായവനെ 7ാം ക്ലാസ്സിലേക്ക് മാറ്റുന്നത് നിന്റെ തെറ്റ് ചെയ്തേ കൊണ്ടല്ല, അതിൻ്റെ സീസൺ ആയതുകൊണ്ടാണ്. നിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റുക. അമ്മായിയപ്പൻ്റെ വീട് വിട്ടിറങ്ങിക്കൂ. അതിനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി തരാം. അളിയന്മാർ പഴയ പോലെ ആയിരിക്കുകയില്ല, അമ്മായിയപ്പൻ പഴയ പോലെ ആയിരിക്കില്ല. എല്ലാത്തിൻ്റെ മുഖച്ഛായ മാറും. അത് ഞാൻ ഇടപെടുന്ന സമയമാണ്. ചിലരോടൊക്കെ ദൈവം ഇടപെടുന്ന ദൈവിക സമയങ്ങൾക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ചിലരോടൊക്കെ ദൈവം ഇടപെടുന്ന ദൈവത്തിൻ്റെ സമയങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പലരും, നമ്മുടെ ഈ ചർച്ചിനകത്തുള്ള പലരും തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ, തങ്ങളുടെ ജോലിയുടെ സമയം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങേണ്ട സാഹചര്യത്തിൽ ദുഃഖത്തോടും ഭാരത്തോടും ഭയത്തോടും കൂടെ എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തോ വേണം. ഞാൻ പറഞ്ഞു, മോനെ, അമ്മായിയപ്പൻ്റെ മുഖം തിരിഞ്ഞു വീണു എന്ന് കണ്ടാൽ ഇറങ്ങാൻ ദൈവത്തിൻ്റെ സമയമായതാ, നീ നന്നാകാൻ പോവാ, ഇറങ്ങിക്കോ. അങ്ങനെ ഇറങ്ങിയവരുള്ളൊരു ഒറ്റയാളും ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒറ്റയാൾ, ഞാൻ ഉൾപ്പെടെ ഒറ്റയാളും ദുഃഖിച്ചിട്ടില്ല. അടുത്ത പടിയിലേക്ക് തമ്പുരാൻ കയറ്റി പണിതു. ഒരു ദിവസം യാക്കോബ് വയലിലിരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷനായി. ഏതാ ഈ ദൂതൻ? 12 കോണവേണക്കൂടെ കയറി ഇറങ്ങുകയും ചെയ്ത പുള്ളികളിൽ ഒരെണ്ണമാ വന്നുവെച്ച് പറഞ്ഞ്, യാക്കോബേ, നീ പോകാൻ നേരമായി. ആ പദം ഓർത്തോണേ, ഞാൻ ബേഥേലിൻ്റെ ദൈവമാണ്. കർത്താവേ, കൊല്ലം 20 കഴിഞ്ഞ് ബേഥേൽ വിട്ടിട്ട്
കൊല്ലം 20 കഴിഞ്ഞ് ബഥേൽ വിട്ടിട്ട്, മോനെ നിനക്കത് പറയാം, പക്ഷേ എനിക്ക് മറക്കാനൊക്കത്തില്ല, ഞാൻ ബഥേലിൻ്റെ ദൈവമാ. എടാ, നീ നാട്ടിയ ഒരു കല്ല് ബഥേൽ നീപ്പുണ്ട്. നീ തിരിച്ചു പോയാൽ അവിടെ എത്താൻ കുറേ നാളെടുക്കും. നീ പറഞ്ഞു വെച്ച് പോയ ചില പ്രമാണങ്ങൾ കിടപ്പുണ്ട്. ഇന്ന് പകൽ ദൈവവുമായി ചില പ്രമാണങ്ങൾ ചെയ്തവരുടെ നിയമങ്ങൾ പൂർത്തീകരിക്കാത്തവർക്ക് ഫ്രഷ് ബിഗിനിങ്, ഓവർ ദ ഫ്രഷ് ബിഗിനിങ്, എബവ് ദ ഫ്രഷ് ബിഗിനിങ്, അനദർ ഫ്രഷ് ബിഗിനിങ് എന്നുവരെ, ആലയം പണിയുന്നത് വരെ, ആലയം പണിയുന്നത് വരെ അനദർ ഫ്രഷ് ബിഗിനിങ്. തേണ്ടതാൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു മുന്നോട്ട് യാത്ര ചെയ്യുക. ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായി, ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായി. ആ വഴിക്കെല്ലാം ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് വന്നു. ഒടുവിൽ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച ഉടനെ അമ്മായിയപ്പം പുറകെ വന്നു. അവിടെ ഒന്ന് തൊട്ടേക്കാം, ഇത് ഞാൻ എഴുതിനു മുമ്പ് എടുത്തിട്ടുണ്ട്, ഗംഗാനഗറിൽ വെച്ച്. ഇവിടെ എടുത്തായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ വന്നിട്ട് തന്നെ കൊല്ലം 10-20 ഇല്ല. 10-20 കൊല്ലം കൊണ്ട് എടുത്തായിട്ട് ഓർമ്മയില്ല, ഞാൻ ഓർക്കുന്നില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അമ്മായിയപ്പൻ പുറകെ ഇറങ്ങി. യാക്കോബ് 7 ദിവസം യാത്ര ചെയ്താണ് ഗിലെയാദ് മലയിലെത്തുന്നത്, ഗിലെയാദിലെത്തുന്നത്. 7 ദിവസത്തെ യാത്ര കൊണ്ട്, അതും ഈ ആടുകളെ എല്ലാം പെറുക്കി പിടിച്ച് ഒക്കെ വരുന്നത് കൊണ്ട് ഇയാളങ്ങ് തളർന്നു വല്ലാതായി. 7 ദിവസമായപ്പോൾ ഗിലെയാദ് മലയുടെ ഒരു ചരിവിൽ യാക്കോബ് കിടന്ന് ഉറങ്ങുക. ഇതിനോടകം ലാബാൻ അറിവ് കിട്ടി യാക്കോബ് പൊക്കളഞ്ഞു എന്ന്. ഇത് പറഞ്ഞ് ഇവനെ കൈ കിട്ടാൻ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഒരു നല്ല ചാൻസിന് ഇവനെ അങ്ങ് കൊല്ലുക, ഇവൻ്റെ കൂടെയുള്ള ആണുങ്ങളായ ദാസന്മാരെ കൊല്ലുക. കൊന്നച്ച് എൻ്റെ പെമ്പിള്ളേരെയും എൻ്റെ കൊച്ചുമക്കളെയും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായി പുള്ളിയും മറുകും ഒക്കെയുള്ള ആട്, ഇത് മൊത്തം എൻ്റെയാണ്, ഞാൻ തിരിച്ചു കൊണ്ടു. ന്യായമായി വാദിക്കുവാൻ ഇപ്പം എനിക്ക് കാര്യവുമുണ്ട്. കാര്യം ഇവൻ ഇറങ്ങി ഓടിക്കളഞ്ഞതാണ്. അതിൻ്റെ കൂടെ എൻ്റെ മോളാ കൂടെ പോകുന്ന ആ പുള്ളിക്കകത്ത് ഗ്രഹബിംബം പെറുക്കുന്ന സാധനമാണ്. അവളും കൂടി ഇവൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇവനെ പിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇവനെ ഞാൻ പിടിക്കും, ഗ്രഹബിംബം പിടിക്കും, ഇവനെ ഞാൻ കൊല്ലും, ഇവൻ്റെ ആളുകളെ കൊല്ലും. ഒന്നിച്ച് എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എൻ്റെ ആടുപാടുകളെയും കൊണ്ട് തിരിച്ചിഞ്ഞ് വരുമെന്നൊക്കെയുള്ള ഭയങ്കര മനക്കണക്കിൻ്റെ കൂട്ടലിലാണ് ലാബാൻ വരുന്നത്. അയാളും വന്ന് ഇതേ ഗിലെയാദ് മലയിൽ കയറി. യാക്കോബ് ഇറങ്ങിയിട്ട് 7 ദിവസമായി. ഇയാൾ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് 4 ദിവസം കണ്ടായി കാണത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് അറിവ് കിട്ടുന്നത് ലാബാൻ പോയിന്ന്. അപ്പം യാക്കോബ് പോയിന്ന്. അപ്പം 4 ദിവസം അയാൾ നടന്നിട്ടുള്ളൂ. അയാൾ ഓടി വരിക. അയാൾക്ക് ആടിനെ ഒന്നും കൊണ്ടുവരണ്ടല്ലോ, ഇനി പോരുന്നു. 2 പേരും ഗിലെയാദ് മലയുടെ 2 ചരിവിൽ കിടന്ന് ഉറങ്ങുക. കഴിഞ്ഞൊരു പ്രാവശ്യം ഞാനത് എടുക്കുമ്പോൾ, ഗംഗാനഗറിൽ വെച്ച് എടുക്കുമ്പോൾ, ആ കൊച്ചു ആസ്ബറ്റോസ് ബിൽഡിങ്ങിനകത്ത് വെച്ച് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ പല പ്രാവശ്യം എടുത്തു കാണും. ആസ്ബറ്റോസ് ഇട്ടൊരു കൊച്ചു ബിൽഡിംഗ് ആയിരുന്നു. നമുക്ക് അന്ന് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചത് ഓർമ്മയുണ്ട്. ഗിലെയാദ് മലയുടെ ഈ ചരിവിൽ യാക്കോബ് കിടക്കുക, നല്ല ഉറക്കമാണ്. ഗിലെയാദ് മലയുടെ മറ്റേ ചരിവിൽ ലാബാൻ കിടക്കുക. അയാളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് രാത്രി പൂർണ്ണമായി വിശ്രമിച്ചേച്ച് രാവിലെ രക്തച്ചൊരിച്ചിലിന് വേണ്ടി എഴുന്നേൽക്കാൻ ഒരുത്തൻ അപ്പുറത്തും രക്ഷപ്പെട്ട് ഓടാൻ ഒരുത്തൻ ഇപ്പുറത്തും കിടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രിയിൽ ഉറങ്ങാത്ത വേറൊരാളുണ്ടായിരുന്നു, ഇസ്രയേലിൻ്റെ പരിപാലകൻ. മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ഇപ്പുറത്ത് യാക്കോബും അപ്പുറത്ത് ലാബാനും 2 പേരും ഗിലെയാദ് പർവ്വതത്തിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അന്ന് രാത്രിയിൽ ഉറക്കം വരാതെ, അല്ലെങ്കിൽ ഉറങ്ങാത്ത ഒരുത്തൻ, മയങ്ങാത്ത ഒരുത്തൻ, ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉണർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മളിവിടെ നിൽക്കാൻ കാര്യം ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉറങ്ങാഞ്ഞതാ. ഇന്ന് പകൽ പലരും ഇവിടെ ഇരിക്കുന്നത് ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉണർന്നിരിക്കുന്നത് കൊണ്ടാ. അല്ലെ പണ്ട് തീരേണ്ടതായിരുന്നു. എത്രയോ അപകടങ്ങളുടെ മുമ്പിൽ, എത്രയോ ആക്സിഡൻറ്റുകളുടെ മുമ്പിൽ, ഓ ഗോഡ്, വെള്ളത്തിൽ വീണ് മുങ്ങിത്താഴാൻ തുടങ്ങുന്ന ചിലതിനെ പരിശുദ്ധമാവാൻ, ലിറ്ററലി വെള്ളത്തിൽ വീണ് രക്ഷപ്പെട്ടവരുടെ കാര്യമായി പറയുന്നേ. വെള്ളത്തിൽ വീണ് രക്ഷപ്പെട്ടവരുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അപകടങ്ങളുടെ മുമ്പിൽ പെട്ട പലരും കാണും, ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഇത് പരിശുദ്ധാത്മാവ് 2-3 പ്രാവശ്യം എന്നെ എടുത്തു കാണിച്ചത് കൊണ്ട് എത്ര പേരുണ്ട് വെള്ളത്തിൽ അകപ്പെട്ട് മരിക്കേണ്ടതായിരുന്നു, അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റോ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പ്ലാൻ ഉണ്ടെന്നറിയാമോ? അന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഇരിക്കുമ്പോൾ വെള്ളത്തിൽ വീണ് മരിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് തള്ളി പുറത്തെടുത്തത് ഉറക്കം തൂങ്ങാത്ത ദൈവവും തൻ്റെ ദൂതന്മാരുമാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാ അത്രയും പേർ ഓടി മുന്നോട്ട് പോരാ. ഞാൻ ആരുടെയും തലയിൽ കൈവെക്കാനല്ല, ഒന്ന് പ്രാർത്ഥിക്കാനാ. വേറെ ആരും വരല്ലേ ദയവായിട്ട്. കർത്താവേ,
ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വലിയ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ അപകടത്തിൽ നിന്ന് വലിച്ചെടുത്ത ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും ഈ കൂട്ടത്തിലുള്ളവർ ശ്രദ്ധിച്ചു. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഫോണിലോ നിങ്ങൾ ഏത് മീഡിയയിലാണ് കാണുന്നത് ആ വസ്തുവിൻ്റെ ഫേസിലോട്ട് കൈവെക്കാൻ നോക്കിക്കോ. യേശുവേ, ഇന്ന് പകൽ ഈ ജനത്തെ വിടുവിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മഹാനാളിന് വേണ്ടി ദൈവം അവരെ പ്രിപ്പയർ ചെയ്ത് ഇവിടം വരെ എത്തിച്ചതിനായി സ്തോത്രം. ഒരു പുതിയ ശക്തി ഇന്ന് അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പുതിയ ശക്തി ഇന്ന് ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. എൻ്റെ ദൈവമേ, അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചവനെ, ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഞങ്ങളുടെ ദൈവം ഉറങ്ങുകയും ഉറക്കം തൂങ്ങുകയും ചെയ്യാതെ തൻ്റെ ജനത്തെ പരിപാലിക്കേണ്ടതിന് കർത്താവെ വെള്ളത്തിലും അങ്ങയുടെ ശക്തി വ്യാപരിച്ചിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാഴ്ചയായത്. ഇത്രയും ആളുകളുള്ളത് കൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് വിഷയം അതുപോലെ തൊട്ടത്. നിങ്ങളിൽ ഓരോരുത്തരും മറക്കരുത്, ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് പർപ്പസ് ഉണ്ട്, ദൈവത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഏറിയ വെള്ളങ്ങളിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം, ഹല്ലേലൂയ, പെരുവെള്ളത്തിൻ്റെ മീതെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ വിടുവിച്ചെടുത്തത് ദൈവിക ഉദ്ദേശം സാധിക്കാനാ. ദൈവിക ഉദ്ദേശം സാധിക്കാൻ ദയവായി പോയാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ഇതുപോലെ ഓൺലൈനിൽ തന്നെ കാണുന്നവരുടെ കൂട്ടത്തിലും ഒരു ഗ്രൂപ്പ് ഇന്ന് ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം. ഓക്കെ, ഒരു വശത്ത് യാക്കോബും കൂട്ടരും, ആ മലയുടെ മറ്റേ ചരിവിൽ ലാബാനും കൂട്ടരും. ലാബാൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമുണ്ട്. നേരം വെളുക്കും, ഇവനെ ഞാൻ കൊല്ലും, ഇവൻ കൊണ്ടുപോയി ഇത് മുഴുവൻ തിരികെ പിടിക്കും, ഞാൻ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും തിരിച്ചു കൊണ്ടുപോകും. യാക്കോബ് ഇതൊന്നും അറിയുന്നില്ല, ശുദ്ധമായി കിടന്ന് ഉറങ്ങുക. അന്ന് രാത്രിയിൽ യഹോവ, ആ രാത്രിയിൽ ഇതിൻ്റെ നടുക്ക് യഹോവയുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്ക് യഹോവയുണ്ട്. ഇങ്ങച്ചരിവിൽ ഒരുത്തനും അങ്ങച്ചരിവിൽ വേറൊരുത്തനും. ഇതിൻ്റെ നടുക്ക് നിന്ന് യഹോവയായ ദൈവം ലാബാന് നേരെ മുഖം തിരിച്ചു. ഒരു സ്വപ്നത്തിൽ ലാബാനോട് സംസാരിക്കാൻ, നേടാ ലാബാനെ, ഈ കിടക്കുന്ന ആരാ നിനക്കറിയാവോ? നിന്റെ നോട്ടത്തിൽ ആരുമില്ലാതെ ഓടിപ്പോയവനല്ലേ? അല്ലടാ, എൻ്റെയാ. തൊട്ടേക്കരുത്, തൊട്ടേക്കരുത്. ഗുണമാകട്ടെ ദോഷമാകട്ടെ, നിന്റെ ഒന്നും അവന് വേണ്ട. നിന്റെ ഒന്നും അവന് വേണ്ട. നിന്റെ ഒന്നും അവന് വേണ്ട. നിന്റെ ഒന്നും അവൻ കൊണ്ടുപോകത്തില്ല. ആ കിടക്കുന്നവൻ എൻ്റെ സ്വന്തമാ. അവനെ തൊടരുത്. അവന്റെ രോമങ്ങൾ നമ്പരിട്ട് വച്ചിരിക്കുക. തൊടരുത്. പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാണ് ചെയ്യാം. ആടുകളോട് ടാറ്റ പറയണേ പറയാം. ഒരു ചെറിയ ആണി കൊണ്ടുവന്ന് നിനക്ക് റൈറ്റില്ല. ഞാനവന് കൊടുത്തതാ. ഇന്ന് പകൽ ദൈവം തന്നതുണ്ടല്ലോ, തിരിച്ചെടുക്കാൻ ഒരുത്തനെ തൊടത്തൊക്കത്തില്ല, ഒരുത്തനെ കൊണ്ടൊക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിൻ്റെ അവകാശത്തിൻ്റെ മേൽ വിരൽ ചൂണ്ടുന്ന ദുഷ്ടന്റെ ചെങ്കോലുകൾ താഴെ വീഴാം. ദുഷ്ടന്റെ ചെങ്കോലുകൾ താഴെ വീഴാം. ദുഷ്ടന്റെ ചെങ്കോലുകൾ താഴെ വീഴാം. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചോടെ. കർത്താവേ, ഉറങ്ങാത്ത ദൈവമേ, എൻ്റെ ഫ്രഷ് ബിഗിനിങ്ങിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവമേ, എൻ്റെ പുതിയ ഓട്ടത്തിൽ എൻ്റെ കൂടെ വരുന്ന ദൈവമേ, എൻ്റെ പുതിയ യാത്രയിൽ എന്നെ സഹായിക്കുന്ന ദൈവമേ, ഓ ഗോഡ്, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഓ, 2025 മുഴുവനും കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ശാശ്വത ഭുജം. റുമാന മച്ചുല റബ അർക്കദേ വരംബ്രമ മനത്ത സദേ. ശാശ്വത ഭുജം. ഇവിടെ ശാശ്വത ഭുജങ്ങളുണ്ട്. കൊച്ചു പിള്ളേർക്ക് ഭയം വന്നാൽ അമ്മയുടെ അടുക്കൽ ഓടിച്ചെല്ലും. കൈ കാണിച്ചാൽ മതി, അമ്മ എടുത്തോളും. അമ്മയുടെ കയ്യിൽ ആ കുഞ്ഞ് സുസ്ഥിരമാണ്. കുഞ്ഞിന് ഒരു പേടിയില്ല. എൻ്റെ അമ്മയും അങ്ങനായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ പോയി. ആ കൈ ശാശ്വതമല്ലായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ അപ്പനിൽ.
അപ്പൻ പോയി, അത് ശാശ്വതമല്ല. എനിക്കൊരു 15 കിലോ വെയിറ്റ് ആയപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കൈ കുഴച്ചു, അവരെ കൊണ്ട് ഒക്കുകയില്ലെന്നായി. എനിക്ക് പലരിലും വിശ്വാസം ഉണ്ടായിരുന്നു, പലർക്കും എന്നെ താങ്ങാൻ കഴിയാതെ പോയി. വേണ്ടെന്ന് കണ്ടിട്ടല്ല, അവരെ കൊണ്ട് ഒക്കാതെ പോയി. പക്ഷെ ഇന്നും ഒക്കുന്ന ഒരു കൈയുണ്ട്, ശാശ്വതം. പുരാതനായ ദൈവം എൻ്റെ സങ്കേതം. ഈ വാക്കുകളൊക്കെ ഭയങ്കര ശക്തമാണ് കേട്ടോ. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. വേദപുസ്തകത്തിലെ ഒരു അനുഗ്രഹമാണ്. ഗംഗാനഗറിലെ നമ്മുടെ ചർച്ച് കെട്ടിടത്തിനകത്ത് ഇപ്പോഴേ റൈറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് കയറി നോക്കിയിട്ട് ഒരുപാട് നാളായി. 7 ശീലന്തിയുണ്ട്, 7 14 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു അനുഗ്രഹത്തിൻ്റെ വാക്യം ഇതായിരുന്നു. എനിക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഒടുവിൽ കാണത്തക്കതുപോലെ എഴുതിയിരിക്കുന്നത്. ഗംഗാനഗർ ചർച്ചിനകത്തോട്ട് കയറി വരുമ്പോൾ ഇനി നമുക്കങ്ങനെ പണി ചെയ്യാമെന്നെങ്കിൽ അടുത്ത തലമുറയിൽ ദൈവം കൃപയിൽ നടത്തുന്നവരാരെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനും കാണും. എനിക്ക് അഭിപ്രായം പറയാനുള്ള കഴിവ് കാണുകയില്ല. കഴിവുള്ളവരും ബുദ്ധിയുള്ളവരും ഓർത്തോണം. ഞങ്ങൾ അന്ന് ഞാൻ ചെയ്തത് മുഴുവനും ഓരോ വെളിപ്പാടിൻ്റെ പുറത്താണ്. ഗംഗാനഗർ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ഒരു ദൈവിക വെളിപ്പാട് ചെയ്തതാണ്. രാത്രിയിൽ പരിശുദ്ധാത്മാവ് കാണിച്ച ദർശനം അനുസരിച്ച് അതിൻ്റെ എയർലോക്ക് റൂം മുതൽ ഷെയ്പ്പൊക്കെ എടുത്ത് കളഞ്ഞു. തമിഴുകാരൻ ഇപ്പോൾ അവിടെ ആ ഹോൾ യൂസ് ചെയ്യുന്നത്. ആ പഴയ ഷെയ്പ്പൊക്കെ മാറി വേറൊരു ഷെയ്പ്പിലാണ്. എങ്കിലും വേണ്ടത് കുറേയൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിൽ കൂടെ അകത്തോട്ട് കയറി വന്നാൽ ഓരോ ശീലന്തിയിൽ ഓരോ വട്ടികൾ ബീമേൽ ഓരോ എഴുത്തുണ്ട്. അത് വായിച്ച് അകത്തോട്ട് വരുന്നേ അനുഗ്രഹത്തിൻ്റെ പദങ്ങളുമായി അകത്തോട്ട് വരും. തിരിച്ചിറങ്ങിപ്പോകുമ്പോഴും അതേ ബീമിൻ്റെ മറ്റേ സൈഡിൽ ഓരോ എഴുത്തുണ്ട്. എൻ്റെ ഓർമ്മയിൽ അതിൽ അവസാനം വായിച്ചിറങ്ങുന്ന ഇതാ: പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുക കേട്ടോ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലോട്ട് എഴുതിക്കോ: പുരാതനായ ദൈവം എൻ്റെ സങ്കേതം, പുരാതനായ ദൈവം. ഞാൻ സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ സഭയെ അനുഗ്രഹിച്ചു പറയട്ടെ: പുരാതനായ ദൈവം നിങ്ങളുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. മോനെ, ഞാൻ ഉറങ്ങത്തില്ല. യാക്കോബേ, ഞാൻ ഉറങ്ങത്തില്ല. നീ നിന്റെ അമ്മ അയ്യപ്പൻ്റെ വീട് വിട്ടേച്ച് ഇറങ്ങിപ്പോരാൻ പറഞ്ഞപ്പോൾ അവൻ എത്ര ഗുണ്ടകളുണ്ടെന്ന് എനിക്കറിയാമടാ. അതിനനുസരിച്ച് ഞാൻ ദൂതന്മാരെ കരുതിയിട്ടുണ്ട്. അവൻ്റെ കൂടെ എത്ര പേര് പുറകെ വരുമെന്ന് എനിക്കറിയാമടാ. അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നീ എൻ്റെ കൈകളിലാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുക. നീ അവിടുന്ന് പോകത്തില്ല. ഓ ഗോഡ്, എന്നാ നിന്നെ വരച്ചതെന്നറിയാമോ? നിന്റെ അപ്പൂപ്പനെ വിളിച്ച കാലത്ത് നിന്നെ വരച്ചതാ. നിന്റെ അപ്പൂപ്പനായി അബ്രഹാമിനെ വിളിച്ചല്ലോ, അങ്ങനെ ഇടം വലം നോക്കാതെ എൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയപ്പോൾ കൊച്ചുമോനായി ജനിക്കാൻ പോകുന്ന യാക്കോബേ, നിന്നെ എൻ്റെ കയ്യിലൊന്ന് വരച്ചതാടാ. എനിക്ക് മായ്ച്ചു കളയാൻ ഒക്കത്തില്ല. നിന്റെ നന്മ കൊണ്ടല്ല വരച്ചത്, നിന്റെ അപ്പൂപ്പൻ്റെ അനുസരണം കൊണ്ട് വരച്ചതാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലെ, അനുസരിക്കുന്ന ദൈവവൈതലെ, തലമുറകളുടെ മേൽ ദൈവം അത് കണക്കിടുവാൻ, തലമുറകളുടെ മേൽ ദൈവം അത് കണക്കിടുവാൻ ചിലത് ദൈവത്തിന് കാഴ്ചവൈ. ലാബാനെ, അക്കിടക്കുന്നവൻ എന്റെയാ. മിണ്ടിയേക്കരുത് അവനോട്. നീ അവനെ പലതട്ടം കളിപ്പിച്ചില്ല. അവനത് അർഹിക്കുന്നവനാ. നീ അവനെ കളിപ്പിച്ചു, ഒരു കുഴപ്പമില്ല. ജഡത്തിൽ വിതച്ചതവൻ ജഡത്തിൽ കൊയ്തു. നിനക്ക് നന്മ ഉണ്ടായിട്ടുള്ളൂ, തിന്മയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി എൻ്റെ സ്വന്തമാണ്, തൊട്ടേക്കരുത്. പിള്ളേർക്ക് ഉമ്മ കൊടുക്കണേ ഉമ്മ കൊടുക്കാം. നാളെ നിനക്ക് പോകാം. നിന്റെ അവകാശം തീർന്നു. എന്ത് ചെയ്യും? ആരെങ്കിലും പ്രവാചകന്മാരെ ദൈവം ഏൽപ്പിക്കുന്നുണ്ടോ? ചിലതിൻ്റെ മേൽ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന ചില ക്ലെയിമുകൾ ഇന്ന് രാവിലെ പോവാണ്. ചിലതിൻ്റെ മേലൊക്കെ ചില ക്ലെയിമുണ്ട്. ദൂന, അബ, റജാനിയ, ഹംബെ, ലക്കസിയ, ചിലതിൻ്റെ മേലൊക്കെ ചില ക്ലെയിമുണ്ട്. ലാബാന് ന്യായമായ ക്ലെയിമുണ്ട്. ഞാൻ പെറ്റു വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ പെമ്പിള്ളേരെയും കൊണ്ടാണ് നീ പോകുന്നത്, നിന്നെ ഞാൻ വിടത്തില്ലെന്ന് പറയുവാൻ ലാബാന്റെ കൈ ക്ലെയിമുണ്ട്. ലാബാനെ, നിന്റെ ക്ലെയിം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നിനക്ക് പോ.
സഭയുടെ മേലെ ക്ലെയിമുകൾ, വ്യക്തികളുടെ മേലെ ക്ലെയിമുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാ. കാര്യം യഹോവ എന്റെ പ്രതിഫലം. ക്ലെയിമുകൾ ക്യാൻസൽ ചെയ്ത് നടത്തുന്നവനായ ദൈവം ലാബാനെ തിരിച്ചു പോ. ദാവീദ് രാജാവായിരുന്ന കാലത്ത്, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞോട്ടെ, എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം. ദാവീദ് രാജാവായിരുന്ന കാലം ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ശൗലിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ചെന്നു. അപ്നേർ ആണെന്ന് തോന്നുന്നില്ലയോ? അതെ, അപ്നേർ തന്നെ കാണാൻ ചെന്നു. അപ്നേറിനോട് ദാവീദ് പറഞ്ഞു, നീ വന്നതൊക്കെ നല്ലതാ, പക്ഷെ ഞാൻ 100 ഫെലിസ്ത്യൻ്റെ അഗ്രചർമ്മം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച എന്ന് പറഞ്ഞ് 100 വട്ടം എൻ്റെ ജീവൻ റിസ്ക് ചെയ്ത്, ഞാൻ രാജാവുമല്ല പടയാളിയുമല്ല, ആ സാഹചര്യത്തിൽ 100 ഫെലിസ്ത്യനെ കൊന്ന് അവൻ്റെ അഗ്രചർമ്മം കൊണ്ടക്കൊടുത്ത് സ്ത്രീധനമായി കൊടുത്ത് ശൗലിനോട് ഞാൻ സ്ത്രീധനം കൊടുത്ത് വാങ്ങിച്ച എൻ്റെ ഭാര്യയായിരുന്ന മീഖളുണ്ടല്ലോ, അവളെയും കൊണ്ട് വന്നില്ല, നീ എന്നെ കാണത്തുള്ളൂ, തൽക്കാലം നിനക്ക് പോകാം. അപ്നേർ എന്ന് ഇതിനോടകം മീഖളിനെ 2ാമത് കല്യാണം കഴിച്ചു. മീഖളിനെ തിരിച്ചെടുത്ത് 2ാമത് കല്യാണം കഴിച്ചു. ഇതും ദൈവാത്മാവ് ഇടപെടുക. മീഖളുടെ 2ാമത് കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞില്ല, പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നെങ്കിൽ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണം. സോഫാർ കറക്റ്റാന്ന് തോന്നുന്നു. അപ്നേർ ഒരു പട്ടാളക്കാരനെ മീഖളിൻ്റെ വീട്ടിലോട്ട് അയച്ചു. മീഖളിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു. അവനാണ് ഇന്നത്തെ ലീഗൽ ഭർത്താവ്. അവൻ കരഞ്ഞുകൊണ്ട് പുറകെ വന്നപ്പോൾ പറഞ്ഞ നല്ലൊരു മറുപടിയുണ്ട്, പോടെ വീട്ടിൽ, ഇന്നെ കോമ്പൻസേഷൻ തരാമെന്നല്ല, പോടാ, നിനക്ക് തല വേണേ വീട്ടിൽ പോ, ഇവൾ ദാവീദിൻ്റെയാ. ചില ക്ലെയിമുകൾ ഇതുപോലെ സ്വർഗം ദൂരീകരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില ക്ലെയിമുകൾ സ്വർഗം ദൂരീകരിക്കട്ടെ. ചില ക്ലെയിമുകൾ സ്വർഗം ദൂരീകരിക്കട്ടെ. ലാബാനെ, നിനക്ക് ക്ലെയിം ഉണ്ടായിരുന്നോ? പോടാ വീട്ടിൽ. ഇവൻ എൻ്റെ വകയാ, ഞാൻ ഇവനെ ദത്തെടുത്തതാ. ഇവൻ ജനിച്ചത് ഇസഹാക്കിനാ, പക്ഷെ ഞാൻ ഇവനെ ദത്തെടുത്തു. അമ്പേ ലമാസിയ, ഇവൻ അബ്രഹാമിന്റെ കൊച്ചുമോനാ, ഞാൻ ഇവനെ വിലക്കെടുത്തതാ. ഇവൻ എൻ്റെ ഗ്രാൻഡ് സണ്ണാ. അവൻ നിനക്ക് പോവാം. പിറ്റേ ദിവസം രാവിലെ തപ്പേണ്ടതെല്ലാം തപ്പി. പെണ്ണ് അതിനേക്കാളും മിടിക്കുകയായിരുന്നു. ഈ യാക്കോബിൻ്റെ അമ്മയുണ്ടല്ലോ, ലാബാൻ്റെ പെങ്ങൾ, അവൾ ഭയങ്കര സമർത്ഥയായിരുന്നു. അതുകൊണ്ടല്ലേ ഈ വേലയെല്ലാം കാണിച്ച് യാക്കോബിനെ ഈ പരുവത്തിൽ കൊണ്ടാക്കിയത്. അവിടെ വേലയായിരുന്നു. അവിടെ ആങ്ങളെ ഒട്ടും മോശമല്ല ലാബാൻ, മോനും മോശമല്ല, എല്ലാം കളിപ്പീരിൻ്റെ കൂടാ. ഈ കളിപ്പീരിൻ്റെ കൂടിൽ നിന്നാണ് ദൈവം യാക്കോബിനെ പൊക്കിയത്. മോനെ, നിന്നെ പൊക്കിയത് കൊണ്ട് നിന്റെ കളിപ്പീര് കൊണ്ടു നടക്കുമെന്ന് ചിന്തിക്കേണ്ട. നിന്റെ പേര് ഞാൻ മാറ്റും. ഓ ഗോഡ്, നിന്റെ നടു ഞാൻ തല്ലി ഓടിക്കും. നിന്റെ പേര് ഞാൻ മാറ്റും. നിന്റെ തൊടയുടെ ഉളുക്ക് ഞാൻ ഇടും. നീ നടക്കത്തില്ല, നീ ചട്ടിച്ചട്ടി നടക്കുമാറ് എനിക്ക് നിന്നെ ശിക്ഷിക്കാനുണ്ട്. മനുഷ്യരുടെ അടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടി കൊണ്ടും ഞാൻ നിന്നെ ശിക്ഷിക്കും, പക്ഷേ എൻ്റെ ദയ മാറത്തില്ല. എനിക്കറിയാം പലരോടും ദൈവം ഇടപെടുക, എന്നോട് ഇടപെടുക. നീ ചെയ്ത കുറ്റത്തിനൊക്കെ നീ ശിക്ഷ അനുഭവിക്കും. ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്തിരിക്കും. പക്ഷെ ഇവൻ്റെ ജീവനെ തൊടാൻ, പെർമനൻ്റ് ഡാമേജ് വരുത്തുവാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഡാമേജ് വരുത്തിയാൽ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാ. ഞാൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവനാ. ഞാൻ ഇവനെ തളർത്തുകയും തളർന്നാൽ ഇവന് പല്ലക്കൊരുക്കുകയും ചെയ്യുന്നവനാ. ഓ ഗോഡ്, യാക്കോബേ, വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പണ്ട് ഉളുക്കിയ നടുവല്ലേ, നടക്കാൻ വയ്യ അല്ലേ, ഞാൻ ഫറവോന്റെ രഥം കൊണ്ടുവരാമടാ. നിന്നെ കൊണ്ടുപോകാൻ ഫറവോന്റെ രഥം കൊണ്ടുവരാം. നീ അധികം നടക്കണ്ട. അമേ നമ റംബ കരാസിയാരാ. പക്ഷേ ഇടത്തിൽ വിതച്ചത് ഇടത്തിൽ കൊയ്തേ പറ്റൂ. ഞാൻ ഫറവോന്റെ രഥമായേക്കാം. ഓക്കെ, കൊണ്ടുവന്നു. ലാബാനെ പിറ്റേ ദിവസം പറഞ്ഞയച്ചു. ഒരു വലിയ കൽക്കൂമ്പാരം കൂട്ടി, കാവൽമാടം, എന്തുവായിരുന്നു എൻ്റെ മറ്റേ പേര്, മിസ്പ.
അവൽമാണം. യാക്കോബ് പറഞ്ഞ കല്ലുകൂട്ട്, ഞാനിവിടുന്ന് പോണെങ്കിൽ ഒരു നിയമം ഉയരണം. ഞാനിവിടുന്ന് ഇന്നിപ്പം ദൈവം നേരിട്ടിടപെട്ടു, നിന്നെ പറഞ്ഞു വിടുക. നാളെ ദൈവം നേരിട്ടിടപെടണമെന്നില്ല. നമ്മൾ തമ്മിലൊരു പ്രമാണം ഉണ്ടാക്കാം, ഈ കൽക്കൂമ്പാരം സാക്ഷിയാക്കാം. ഞാനൊരു കൽക്കൂമ്പാരം നിർത്തുക, നീ മേലാൽ ഇത് ക്രോസ് ചെയ്ത് ദോഷത്തിന് വരത്തില്ല, ഞാൻ അങ്ങോട്ടും ദോഷത്തിന് വരത്തില്ല. പക്ഷെ പിരിയാമട ഇവിടുന്ന് ഒരു വലിയ കൽക്കൂമ്പാരം കൂട്ടി അതിലിരുന്നവർ ആഹാരം കഴിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പെർമനൻ്റ്ലി വിട്ടു. ഈ സമയത്തൊന്നും യാക്കോബ് അറിയുന്നില്ല, ഒരു സേന തൻ്റെ കൂടെ ഉണ്ട്. യാക്കോബെ, കഴിഞ്ഞ 10-20 വർഷമായി നിന്നെ കടുവ കൊണ്ടുപോകാൻ എൻ്റെ കാര്യം ഈ സേന മേളിൽ ഉണ്ടായിട്ടാ. ഇപ്പൊ കാണത്തില്ല. ഇത് പെനിയേലി ചെന്നലേ വെളിപ്പെടത്തുള്ളൂ, ഇത് പെനിയേലി ചെന്നലേ വെളിപ്പെടത്തുള്ളൂ. പക്ഷെ നിന്റെ തലയ്ക്ക് മേളിൽ ഒരു സേന നിപ്പുണ്ട്. ശത്രുവിനെ തൊടാതിരിക്കുന്നതിൻ്റെ കാര്യം അതാ. അനേക ആഭിചാര ശക്തികൾ, അനേക ഭോഷ്കിന്റെ ശക്തികൾ, അനേക തകരാറുകൾ, അനേക ശക്തിയേറിയ പവേഴ്സ് നിങ്ങളെ അനുഗമിച്ചോട് തൊടാത്തതിൻ്റെ കാര്യം മീതെ ഒരു സൈന്യമുണ്ട്, മീതെ ഒരു സൈന്യമുണ്ട്. എനിക്കും ഇതേ ഒരു സൈന്യമുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം അതെല്ലാവർക്കും മനസ്സിലായില്ല, ഞാൻ ആ സ്ഥലത്ത് വരുമ്പോൾ പറഞ്ഞോളാം. അവിടം വരെയും കൊണ്ടുവരാൻ നോക്കട്ടെ. യാക്കോബ് അവിടുന്ന് പോയി, അമ്മായിയപ്പം പിരിഞ്ഞു. അടുത്ത ഇൻഫർമേഷൻ താണ്ട വരുന്നു, ചേട്ടൻ വരുന്നെന്ന്. ഇനിയും ശല്യമായി. യാബോക്കിൻ്റെ തീരത്ത് വെച്ചൊരു അനുഗ്രഹം കിട്ടി, അവിടെ വെച്ച് പേര് മാറി. നിൻ്റെ പേര് ഇസ്രയേൽ എന്നാണെന്ന് പറഞ്ഞു. പ്രഭു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിനക്ക് പേരുമൊക്കെ മാറി. അടുത്ത ദിവസമാണ് വേണ്ടേ, ചേട്ടൻ വരുന്നുണ്ട്. യാക്കോബ് ആകെ ഭയന്നു. ആകെപ്പാടെ ചേട്ടനെ പറഞ്ഞയക്കാൻ എന്തെങ്കിലുമൊക്കെ നോക്കണം. പക്ഷെ ദൈവത്തിൻ്റെ സൈന്യം മേളിലുണ്ട്. ഇദ്ദേഹം ഇതൊന്നും അറിയാതെ ഒരു കൂട്ടം ദൂതന്മാരെ മുമ്പിൽ അയച്ചു. ചേട്ടന് കൊടുക്കാൻ കുറെ കാഴ്ച വസ്തുക്കൾ കൊടുത്തയച്ചു. എൻ്റെ അടുക്കൽ വഴക്കിന് വരല്ലേ, ഞാൻ നിന്റെ ദാസനാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇതിൻ്റെ മറുവശം ഞാൻ തൊടുന്നില്ല, നിന്റെ ദാസനാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ചേട്ടൻ അവിടെ ചെന്ന് കാണുമ്പോൾ ഇവരെ തന്നെ കണ്ടുള്ളെങ്കിലും അവൻ്റെ മനസ്സിനകത്ത് വേറൊരു ചിന്ത കയറി. കാര്യം ഒരു സൈന്യം യാക്കോബിൻ്റെ കൂടെ ഉണ്ട്. ആർക്കും കാണത്തില്ലെങ്കിലും ഒരു സൈന്യമുണ്ട്. ആ സൈന്യം ഇടപെടും. ചില ഹൃദയങ്ങളോട് ഇടപെടുവാൻ, ചില വ്യക്തികളോട് ഇടപെടുവാൻ, ചില അധിപതിമാരോട് ഇടപെടുവാൻ. ഹല്ലേലൂയ. ഇന്നലെ ഒരു പ്രത്യേക ആവശ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ആ വാക്യം തപ്പിയെടുത്ത് വായിച്ചു. കേസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ ഒരു ആ വാക്യം തപ്പിയെടുത്ത് വായിച്ചു. എനിക്ക് തോന്നുന്നത് പ്രൊവേർബ്സ് 29 ലാസ്റ്റ് ബട്ട് 1 വേർഡാ. ഒന്നെടുത്ത് ആരെങ്കിലും പ്രൊവേർബ്സ് 29 ലാസ്റ്റ് ബട്ട് 1, ഏറ്റവും അവസാനത്തെ വാക്യമല്ല, അതിനൊരു വാക്യം പുറകിൽ 26 അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. ഒരുപാട് പേര് അധിപതിയുടെ മുഖം പ്രസാദിച്ച് കാണാൻ താല്പര്യപ്പെടുക. അനേകർ അധിപതിയുടെ മുഖപ്രസാദം തേടും. ജഡ്ജസിൻ്റെ, കോടതിയുടെ, വിധി പ്രസ്താവിക്കുന്നവൻ്റെ, ന്യായം പറയുന്നവൻ്റെ ഫേവറിന് വേണ്ടി പലരും നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മെനി സീക്ക് ദ റൂളേഴ്സ് ഫേവർ. ആ പദമായിരുന്നു ഏറ്റവും പ്രധാനം, ദ റൂളേഴ്സ് ഫേവർ. എന്ന് പകൽ ഫേവർ തരുന്നത് ആരാന്നറിയാമോ? മീതെയുള്ള സൈന്യമാണ്. ആ റൂളറുടെ അകത്തോട്ട് കയറുന്നത് മീതെയുള്ള സൈന്യമാണ്. ഇന്ന് പകൽ വിശ്വാസത്താൽ ഇതൊക്കെ ക്ലെയിം ചെയ്യ്. ആ റൂളറുടെ അകത്തോട്ട് കയറുന്നത്, ആ ഫേവർ ഉണ്ടാക്കുന്നത്. കാര്യം രാജാവിൻ്റെ ഹൃദയം തിരുസന്നിധിയിൽ പച്ചവെള്ളം പോലെയാ. അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിയും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ നാമത്തിൽ ന്യായമായും ഹിതകരമായും വരേണ്ട വിധികൾ വരുവാൻ അധിപതികളുടെ മുഖപ്രസാദമല്ല, പകരം ഞങ്ങളെ നടത്തുന്നവൻ്റെ ഫേവർ ഞങ്ങൾ ഈ പകൽക്കാലം ചോദിക്കുകയാണ്. ദൈവിക ഫേവർ. കർത്താവേ, we invoke the favor of the Lord. We invoke the favor of the Lord. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മുഖപ്രസാദം ഞങ്ങൾ തേടുന്നു. അങ്ങയുടെ പ്രസാദം ഞങ്ങൾ തേടുകയാണ്. രാജാക്കന്മാരെ വാഴിച്ചവനെ, രാജാക്കന്മാരെ തൂത്തെറിഞ്ഞവനെ, വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ പാസ്റ്റർ ബെഥൽ പി ജേക്കബ് നമ്മുടെ ചർച്ചിൽ വരുമ്പോൾ, ഏർലി 90s 90കളുടെ ആരംഭത്തിങ്കൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് തീർന്നില്ല. ചില വഴിപിഴച്ച ഭരണാധികാരികളെ കസേറകളിൽ നിന്ന് ഇറക്കി അവരുടെ കസേറകൾ ചുഴറ്റി എറിയുന്നത് വരെ സഭയുടെ ദൗത്യം തുടരും. There are many that seek the favor of a ruler, but every man's judgment cometh from the Lord. ദൈവത്തെങ്കിൽ എന്ന് വരും. ബഥേലിൻ്റെ പദം ഒന്നുകൂടെ ആവർത്തിക്കാം. സഭയുടെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീർന്നില്ല.
ഉണർവിനെതിരെ നിൽക്കുന്ന, ദൈവകൃപയ്ക്കെതിരെ നിൽക്കുന്ന ചില ഭരണാധികാരികളെ ഡിസ്മിസ് ചെയ്ത് വെച്ച് അവരുടെ കസേറകൾ ചുഴറ്റി എറിയുന്നത് വരെ സഭയുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കും. ഒരുപാട് രാജ്യങ്ങളിൽ പലതിൻ്റെയും കസേറ ദൈവം ചുഴറ്റി എറിഞ്ഞു. ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവശക്തി വേറൊന്നുമല്ല. നമ്മൾ മാനുഷികമായ ചില സാഹചര്യങ്ങൾ കണ്ടേക്കാം. ചുഴറ്റപ്പെടേണ്ട കസേറകൾ ചുഴറ്റപ്പെടട്ടെ, എറിയേണ്ടവ എറിയട്ടെ, ഉറയ്ക്കേണ്ടത് ഉറയ്ക്കട്ടെ. സിംഹാസനങ്ങളെ ഉറപ്പിക്കുവാൻ, സിംഹാസനങ്ങളെ മറിച്ചു കളയുവാൻ ഇന്ന് പകൽ അത്യുന്നതനായ എൻ്റെ ശക്തി എൻ്റെ രാജ്യത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, എൻ്റെ ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അത്യുന്നതനായ എൻ്റെ ബലം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. സ്വർഗം വലിയത് ചെയ്യട്ടെ. For we are in a new beginning, in a fresh beginning in 2025. ലാബാൻ ഒതുങ്ങി. ലാബാൻ അവസാനം പറഞ്ഞു, സഹോദര, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നീ പൊയ്ക്കോ. ഒടുവിലത്തെ ശത്രു കീഴടങ്ങിയപ്പോൾ യാക്കോബ് നോക്കുമ്പോൾ പുലർച്ചയായി. അനദർ ബിഗിനിങ്. തേണ്ട ഒരു സൈന്യം തൻ്റെ മേലെ. അദ്ദേഹം പറഞ്ഞു, പെനിയേൽ, ഈ വരുന്ന ദൈവത്തിൻ്റെ സൈന്യമാണ്. നിങ്ങൾക്കറിയാമോ ഒരു സൈന്യം കൂടെ ഉണ്ടായിരുന്നെന്ന്? ഇല്ല, പിന്നെ അങ്ങനെ ഒന്ന് ഇവിടെ ഇരിക്കുന്നേ. ഒരു സൈന്യം കൂടെ ഉണ്ടായിരുന്നു, അറിയാമോ? എവിടുന്ന് കിട്ടിയാന്നറിയാം? ബേഥേലിൽ നിന്ന് കിട്ടിയതാ ഒരു സൈന്യം. ഈ കഴിഞ്ഞ കാലം ആട് തിരുത്തി നടന്ന കാലത്തെല്ലാം കടുവ പിടിച്ചുകൊണ്ട് പോകാതെ ഈ സൈന്യം മേലെയിരുന്നു. രാത്രിയിലെ അപകടവും പകലിലെ അപകടവും, രാത്രിയിലെ വിഷമഞ്ഞ് നീ നനഞ്ഞപ്പോൾ നിനക്ക് രോഗം വരാതിരുന്നതിൻ്റെ കാര്യം, ഇസ്രയേലെ നീ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ, വിഷപ്പാമ്പും തേളുമുള്ള ദേശത്തൂടെ നടക്കുമ്പോൾ നിന്റെ ചെരുപ്പ് പഴകിപ്പോകാതെ, നിന്റെ ചെരുപ്പിന് നീളം കൂട്ടി, നിന്റെ വസ്ത്രം പഴകിപ്പോകാതെ നിന്റെ വസ്ത്രത്തെ പുതുമയിൽ കൊണ്ടുവന്നത് നീ ഒറ്റയ്ക്ക് പോയ കൊണ്ടല്ല, എൻ്റെ പ്രകാശത്തിൻ്റെ മേഘം നിന്റെ മേലെ ഉണ്ടായിരുന്നത് കൊണ്ടാ. അദ്ദേഹം ഒരു വിളി വിളിച്ചു, പെനിയേൽ, ദൈവത്തിൻ്റെ സംഘം ദൂതന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം എഴുന്ന് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട. ഒരു സംഘം ദൂതന്മാരെ കൂടെ കൊണ്ടുപോകും. തരാൻ ദൈവം തയ്യാറാ. നമ്മുടെ ചുറ്റും പാളയം ഇറങ്ങി നമ്മെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൺട്രോളിൽ ഇന്ന് പകൽ നമ്മെ ഏൽപ്പിക്കാം. കർത്താവേ, ഈ ദിനത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് തരികയാണ്. ഫോർ എ ഫ്രഷ് ബിഗിനിങ്, അനദർ ഫ്രഷ് ബിഗിനിങ്. 2025 ഈ ദിനത്തെ നടത്തേണ്ടതിന്, ദൈവസഭയെ നടത്തേണ്ടതിന് ഒരു പുതിയ കാവൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുക. അത് ജനത്തിൻ്റെ മേലിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, ഞാൻ ഓൺലൈനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ വരുന്നതിന് മുമ്പേ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ കൈയോട് കൈ കോർത്ത് പിടിച്ചൊരു ചെയിൻ ഒന്നുകൂടെ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? ദർ സംതിങ് മൂവിങ്, എന്തോ ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് ഒക്കുന്നതൊക്കെ ചെയ്യാൻ വേണ്ടി. എവറി പ്രോഫറ്റിക്കൽ ആക്ട്. യാക്കോബിനൊക്കെ ഭയങ്കര പ്രോഫറ്റിക്കൽ ആക്റ്റായിരുന്നു, അറിയോ? പ്രോഫറ്റിക്കൽ ആക്ട് എന്ന് പറയുമ്പോൾ അരിശം കൊള്ളുന്ന അച്ചായന്മാരുണ്ട്. കാര്യം ചെകുത്താനിട്ടവരെ ഇളക്കുക. ബൈബിൾ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല, അവർക്കത് മനസ്സിലാകത്തില്ല. അത് വേറൊരു വശം. ഈ മറുകുമുള്ള ആടുകൾ തന്നെ യാക്കോബിന് ഇങ്ങോട്ട് ജനിച്ചു വീണു. ആ കൂട്ടത്തിൽ മൊത്തമായി. ഒരു ദിവസം തൻ്റെ ഭാര്യമാരെ വിളിച്ചേച്ച് പറഞ്ഞു, ഇത് ചുമ്മാവുന്നുള്ളൂ, ഒരു പ്രോഫറ്റിക്കൽ ആക്റ്റാ. ഒരിക്കലൊരു ദൂതൻ ഇറങ്ങി എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു പറ്റം ദൂതന്മാർ ഇയാളുടെ കൂടെ ഉണ്ട്, ഇയാൾ ഇതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു പറ്റം ദൂതന്മാർ ഇവരുടെ കൂടെ ഉണ്ട്. ഒരു ദൂതൻ ഇറങ്ങി എന്നെ ഒരു കാഴ്ച കാണിച്ചു. ആടുകളുടെ മുകളിൽ കയറുന്ന മുട്ടനാടുകൾ പുള്ളിയും വരയും ഉള്ളതായി ഒരു കാഴ്ച ദൂതൻ എന്നെ കാണിച്ചു. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്തിട്ടുണ്ട്, ടു എ ഡീപ്പർ ലെവൽ. ആ എനിക്ക് കിട്ടിയ കാഴ്ചപ്പാട് ആടിന് കൈമാറണം. ദൂതൻ എനിക്ക് വെളിപ്പാട് തന്നു. അതെന്തോ വന്നു? പുള്ളിയും മറുകുമുള്ള ആണാടുകളെ കാണിച്ചു. ഈ വെളിപ്പാട് എങ്ങനെ ഞാൻ ആടുകൾക്ക് കൈമാറും? ഞാനിത് ആടുകൾക്ക് കൈമാറും? ആടുകൾക്ക് കൈമാറാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രോഫറ്റിക്കൽ ആക്ട് എടുത്തു. അദ്ദേഹം അരിയിൽ വൃക്ഷങ്ങളുടെയും പുന്നവൃക്ഷങ്ങളുടെയും കമ്പ് കൊണ്ടുവന്നു. കറക്റ്റല്ലേ? അരിയിൽ വൃക്ഷങ്ങളുടെയും പുന്നവൃക്ഷങ്ങളുടെയും കമ്പ് കൊണ്ടുവന്നു. ആട്ടിടയന്മാർ ഉപയോഗിക്കുന്ന പിച്ചാത്തി കൊണ്ട് ആ കമ്പയിൽ കുറെ മറുകും പുള്ളിയും വരെയും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിക്കകത്ത് ഇതുകൊണ്ട് വെച്ചു കൊടുത്തു.
ദാഹത്തോടെ വരുന്ന ആടുകൾ വെള്ളം കുടിക്കുമ്പോൾ കാണുന്ന കാഴ്ച പുള്ളി മറുകുമാണ്. ഈ പ്രോഫറ്റിക്കൽ ആക്റ്റിലൂടെ, പ്രവചനക്രിയയിലൂടെ ദൂതൻ കൊടുത്ത ദർശനം ആടിന് കൈമാറി അന്നത്തെ കൂട്ടം മുഴുവനും, പുഷ്ടിയുള്ളത് മുഴുവനും പുള്ളി മറുകുമുള്ളതായി മാറി. ഇന്ന് പകൽ സകല പ്രോഫറ്റിക്കൽ ആക്റ്റും നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം ചെയ്യുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ദയവായി ഐ റിക്വസ്റ്റ് യു, ഒരൊറ്റ ചെയിൻ ഫോം ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേക്കാമോ?